ഹല്ലേലൂയ പറഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ നിങ്ങൾ വല്ലപ്പോൾ ഒരു ഹല്ലേലൂയ പറഞ്ഞോളണം. പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടുതൽ ഹല്ലേലൂയ പറയാനുള്ള സമയം എനിക്കുമില്ല. കാരണം ആ പാടെ 1.5 മണിക്കൂറിനകത്തേ ഉള്ളൂ. അതിനകത്ത് ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ ഹൈ സ്പീഡിൽ പോയെങ്കിലേ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് വായിക്കാൻ കഴിവുള്ള എല്ലാ ദൈവമക്കളും ബൈബിൾ വായിക്കണം. മൈക്കിൽ കൂടെ തന്നെ വേണമെന്നില്ല. ഇവരെടുത്താൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ നിങ്ങൾ വായിക്കുന്ന വാക്യം എനിക്ക് കേൾക്കണം, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിന്തയ്ക്കായിട്ട് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. 16-17 വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 6 കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് 6 കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ഒരു 7-8 മണിക്കൂറെങ്കിലും വേണം. എങ്കിലും 6 പറയേണ്ട വിധം പറഞ്ഞു തീർക്കാൻ പറ്റൂ. ഞാനതുകൊണ്ട് കമ്പ്യൂട്ടർ സ്പീഡിൽ പോവാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കഴിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ മധ്യാകാശത്ത് നടക്കും. ദൈവത്തിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഈ 3 കാര്യം മധ്യാകാശത്ത് നടക്കുമ്പോൾ ഭൂമിയിൽ 3 സംഭവങ്ങൾ നടക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ച് ജീവിച്ചിരിക്കുന്നവൻ രൂപാന്തരപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കാനുള്ളത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു കർത്താവിൻ്റെ വരവാ നമ്മൾ വായിച്ചത്. യേശു മധ്യാകാശത്തിൽ വരും. ഒരു 3 സാക്ഷി ഞാൻ അതിന് തരാം. 1, യേശു പറഞ്ഞു യേശു വരും. യോഹന്നാന്റെ സുവിശേഷം 14:1 മുതൽ 3 വരെ 3-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. 3-ാം വാക്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും, എൻ്റെ അടുക്കലിരിക്കുവാൻ. യേശു പറഞ്ഞ സാക്ഷ്യമാണ് യേശു വരുമെന്ന്. വായിച്ചേ 3-ാം വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ് യേശു വീണ്ടും വരും. ആരെ ചേർക്കാൻ? ക്രിസ്തുവിൽ മരിച്ചവനെ. നമുക്കോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ യേശു പറയാ യേശു വരും. 2, ദൂതന്മാർ പറഞ്ഞു യേശു വരും. പ്രവൃത്തി അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങൾ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട സ്വർഗാരോഹണം ചെയ്യുന്ന ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനെ നിങ്ങൾ കാണുന്നത് പോലെ അവൻ പിന്നെയും വരും. അപ്പൊ യേശു പറഞ്ഞു യേശു വരും. ദൂതന്മാർ പറഞ്ഞു യേശു വരും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു യേശു വരും. അതാണ് നമ്മൾ വായിച്ച കുറിവാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ വരുന്നത്. അപ്പൊ 2 സാക്ഷ്യങ്ങൾ നമ്മൾ വായിച്ചതാ. 3-ാമത്തെ സാക്ഷ്യം യോഹന്നാൻ കണ്ട ഒരു സാക്ഷ്യമുണ്ട്.
വെളിപ്പാട് 1:7. Revelations chapter 1 verses 7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. യേശു വരുന്നത് കണ്ട യോഹന്നാൻ പറയുകയാണ്, ഇതാ ഞാൻ മേഘാരൂഢനായി വരും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു പറഞ്ഞു, ദൂതന്മാർ പറഞ്ഞു, പൗലോസ് പറഞ്ഞു, ഇവിടെ യോഹന്നാൻ യേശുവിന്റെ വരവ് കണ്ട സാക്ഷ്യം വിവരിച്ചു. ഇതിനപ്പുറം സാക്ഷി വേണമെങ്കിൽ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒരു ദിവസം അഡീഷണൽ വിളിച്ച ബാക്കി സാക്ഷ്യം പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നു, കർത്താവ് വരും. എങ്ങനാ? ഗംഭീരനാദത്തോടു കൂടെ. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ ഗംഭീരനാദത്തിന്റെ പ്രത്യേകത? പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ശബ്ദത്തിനൊരു പരിധിയുണ്ട് അല്ലേ? ഇവിടെ ആംപ്ലിഫയറും ആ ബോക്സൊക്കെ വെച്ചിട്ട് ഇതിനൊരു ശബ്ദ പരിധിയുണ്ട്, അതിനകത്ത് ഈ ശബ്ദം നിൽക്കൂ. ഇതുപോലെ നമ്മുടെ ശബ്ദത്തിനൊരു പരിധിയുണ്ട്. നമ്മുടെ ശബ്ദം ഈ മണ്ണിന്റെ അടിയിലേക്ക് പോകുകയില്ല. നമ്മുടെ ശബ്ദം വെള്ളത്തിനടിയിലേക്ക് പോകുകയില്ല. എന്നാൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന, മണ്ണിനടിയിലേക്ക് പോകുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് ഗംഭീരനാദം. ഈ ഗംഭീരനാദം കേൾക്കുമ്പോൾ മരിച്ചവൻ ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു അവിടെ പോയത്. എന്താ ഈ 4 ദിവസത്തിന് മുമ്പ് യേശുവിന് പോയിക്കൂടായിരുന്നു അവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4 ദിവസം കഴിഞ്ഞു. യേശു പോകുക ലാസറിന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ അടക്കം കഴിഞ്ഞു. യേശു പറഞ്ഞ് കല്ലറയിലൊന്ന് പോയിട്ട് വരാമെന്ന്. എന്താ, യഹൂദന്മാരുടെ കല്ലറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെയാണ് ചിലർ മരിക്കുമ്പോൾ അന്ന് പോകില്ല, കാരണം വീട്ടുകാർ നമ്മളെ കാണത്തില്ലല്ലോ. പിന്നെ കണ്ടെത്തിരി ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ മരിച്ചതിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകണം. ഇതുപോലെയാണ് ദൈവത്തിന് സ്വതന്ത്ര യഹൂദന്മാരുടെ കല്ലറയിൽ മരണത്തിന് ശേഷം പോകുന്നവർക്കൊരു അടയാളമുണ്ട്. അവിടെ ചെന്നാൽ യഹൂദന്മാരുടെ കല്ലറയിൽ കല്ലെടുത്ത് വെച്ചിട്ട് പോകും. പലസ്തീനിൽ പോയി കാണാം, പഴയ കല്ലറകളിൽ ഒരുപാട് കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനു വച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ, മരണത്തിന് പങ്കെടുക്കാൻ പറ്റാത്തവരാണ് ഈ കല്ല് അവിടെ വെച്ചിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവും ലാസർ മരിച്ചിട്ട് പോയില്ല. 4-ാം ദിവസം കഴിഞ്ഞു. ലാസറിന്റെ കല്ലറയിലേക്ക് യേശു പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിടെ പോകുമ്പോൾ ലാസറിന്റെ സഹോദരിമാരുണ്ട്, യേശുവിന്റെ ശിഷ്യന്മാർ കൂടെ ഉണ്ട്. യേശു പറഞ്ഞ കല്ലൊന്ന് മാറ്റാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 11:40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കല്ല് മാറ്റാൻ പറയുമ്പോൾ ലാസറിന്റെ സഹോദരി വരെ, കർത്താവേ, അവൻ മരിച്ചിട്ട് 4 ദിവസമായി. 4 ദിവസമായ ബോഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫ്രീസറിലല്ലാതെ 4 ദിവസമായവൻ്റെ ശരീരമാണെങ്കിൽ ഇന്ന് കാണുന്നതിൻ്റെ ഏകരട്ടി വണ്ണം വയ്ക്കും. എന്നിട്ട് ബോണ്ട പോലെ ശരീരമെല്ലാം ഇങ്ങനെ മുഴയ്ക്കും. 5-ാം ദിവസം ഇത് പൊട്ടി ഒലിക്കും. കണ്ടിട്ടുള്ളതുകൊണ്ടാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴല്ലേ ഈ ഫ്രീസറും ബാക്കി കണ്ണാടിപ്പട്ടിയൊക്കെ ഇറങ്ങിയത്. ഫ്രിഡ്ജൊക്കെ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു, ഇവനെ കയറ്റി വയ്ക്കായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലാസർ കെട്ടപ്പെട്ടവൻ. യേശു എന്താ പറഞ്ഞേ? നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. കല്ല് മാറ്റാൻ പറഞ്ഞു. കല്ല് മാറ്റി. യേശു വിളിച്ചു. 43-ാമത്തെ വാക്യം, ലാസറേ പുറത്തു വരിക. ഉറക്കെ വിളിച്ചു. മരിച്ച ലാസർ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ കെട്ടപ്പെട്ടവനായിരുന്നു. 43-ാമത്തെ വാക്യം 11. John chapter 11 verses 43. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും
മുഖം റൂമാല് കൊണ്ട് ചുറ്റിയുമിരുന്നു. അവന്റെ കെട്ടഴിപ്പി, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. എന്തിനാ കെട്ടിയേ? എന്തിനാ അഴിക്കാൻ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. കല്ല് മാറ്റാൻ യേശു പറഞ്ഞു. കല്ല് മാറ്റി. 4 ദിവസമായി ലാസറിനെ യേശു വിളിച്ചു. പതുക്കെയല്ല, എടാ സഹോദര ലാസറെ ഒന്നിങ്ങോട്ട് വാന്നാണ് യേശു പറഞ്ഞേ. അല്ല, യേശു ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. കാലും കൈയും കെട്ടിയിരുന്നവ എങ്ങനെ വന്നു കാണും? നടന്നല്ല, ഒറ്റ ചാട്ടം കല്ലറയ്ക്കകത്ത് യേശുവിൻ്റെ മുമ്പേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവന് ചാടാൻ പറ്റൂല, കാരണം അവനെ കെട്ടി നിർത്തിക്കല്ലേ. ഒറ്റ ചാട്ടത്തിനുള്ള അവസരമേ ഉള്ളൂ. അവൻ ചാടി വന്നപ്പോൾ കർത്താവ് അവൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലാസറിൻ്റെ കെട്ടെല്ലാം അഴിച്ചു. ലാസർ സ്വതന്ത്രമായി നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഇപ്പം നമ്മളൊക്കെ ഈ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടക്ക സമയത്ത്, ഞാൻ ഒത്തിരി അടക്കം നടത്തിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടി അടച്ച് കുഴിക്കകത്തോട്ട് ഇറക്കാൻ പറയും. നമ്മൾ പാട്ട് പാടി നിർത്തും. പാടി ഒരു ശരണം പാടുമ്പോൾ ഇറക്കാൻ പറയും. പെട്ടി അടയ്ക്കാൻ വരുമ്പോൾ അടുത്തൊരു യോഗ്യം നിർത്താം. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? എൻ്റെ കെട്ടഴിച്ചില്ല, കയ്യിലെ കെട്ടഴിച്ചില്ല, കാലിലെ കെട്ടഴിച്ചില്ല, തലയിലെ കെട്ടഴിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അവിശ്വാസികളോ 3 കെട്ടും അഴിച്ചിട്ട് പെട്ടിക്ക് 4 കുറ്റിയിട്ടാ ഇറക്കി വെക്കുന്നത്. അല്ലേ പാസ്റ്ററെ? ഇപ്പോൾ ഒരാളിൻ്റെ ബോഡി കൊള്ളൂല എന്ന് പറഞ്ഞ് കുറ്റിയിടാതിരിക്കുമോ? ഞാൻ അരുവിക്കരയിലടക്കം ശുശ്രൂഷയ്ക്കപ്പോൾ ഒരു സഹോദരിയുടെ ഷെഡുള്ള ഇങ്ങനെ നീര് കയറി പെട്ടെന്ന് അവരിങ്ങനെ വീർണിച്ച് അവരെ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവരെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടി അടയ്ക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു തുണി കൊണ്ട് കെട്ടിയാലും മതി തൽക്കാലം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കെട്ടി ഇറക്കി അവരെ അടക്കം നടത്തിയത്. ഹല്ലേലൂയ. അപ്പം ഈ 3 കെട്ടും അഴിച്ചിട്ട് ഇവനെ 4 കുറ്റിയിട്ട് ഇറക്കി വെക്കുന്നത്. അപ്പം കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഇവൻ പെട്ടിയും കൊണ്ടല്ലേ വരുള്ളൂ. പിന്നെ ഈ പെട്ടിയിലെ കുറ്റി ആരെടുക്കും? അതുകൊണ്ട് കാഹളത്തിൽ ഉയർത്തുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയണം, കുറ്റിയിടാതെ വേണം വയ്ക്കാനെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ, എന്താ ലാസർ 4 ദിവസമായിട്ട് യേശുവോടെ പോയേ? പ്രൈസ് ദി ലോർഡ്. ലാസർ മരിച്ചു. അവൻ മരണത്തിനകത്ത് പോയില്ല. അതല്ല ഇപ്പോഴും ചിലർ പറയുന്ന, മരിച്ചു കഴിഞ്ഞാൽ 16 വരെ വീട്ടിൽ കാണും, 16 കഴിഞ്ഞാലേ പോവുള്ളൂ. ചിലർ 41 വരെ കാണും, അത് കഴിഞ്ഞേ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവനെ അങ്ങോട്ടും വിടൂല ഇങ്ങോട്ടും വിടൂല. അതാ വെളിപ്പാട് 1:17-18 വായിക്കുമ്പോൾ ഇത്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിതാ ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് ലാസർ മരിച്ചിട്ട് മരണത്തിനകത്ത് പ്രവേശിക്കാത്ത. കാരണം താക്കോൽ യേശുവിൻ്റെ കയ്യിലായിരുന്നു. യേശു തുറന്ന് ഇവനെ അകത്ത് വിട്ടാലേ അകത്ത് പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞായറോസിൻ്റെ വീട്ടിൽ യേശു പോയി മരണ വാർത്ത കേട്ടും യേശു സാരമാക്കിയില്ല. കാര്യം എന്താ? യേശുവിനറിയാം താക്കോല് കർത്താവിൻ്റെ ഇല്ല. നൈൽ എന്ന പട്ടണത്തിലെ പിതാവിന്റെ മകൻ മരിച്ചു. ലൂക്കോസ് 7:13 അടക്കത്തിന് കൊണ്ടുപോകുക. യേശുവിനറിയാം അവൻ മരണത്തിൽ പ്രവേശിച്ചില്ല, താക്കോല് കർത്താവിൻ്റെ കയ്യില്ല. ഗംഭീരനാഥം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ശബ്ദം. വെളിപ്പാട് 1:16 അവിടെ എഴുതിയിരിക്കുന്നവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അഗ്നിജ്വാലയ്ക്കൊത്തതും കാലുലയിൽ ചുട്ട് പകിപ്പിച്ചതും വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. എന്താ കാരണം? മണ്ണിനകത്തല്ലെങ്കിൽ കല്ലറയ്ക്കൊക്കെ ലാസറിനെ വിളിച്ചു ഗംഭീരനാദം. വെള്ളത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ യേശുവിന്റെ ശബ്ദം. കാരണം അനേക ദൈവമക്കളുടെ ശരീരങ്ങൾ സമുദ്രത്തിൽ അഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴല്ലേ നമ്മൾ ഈ മരിച്ചവരെയൊക്കെ നല്ല അടക്കം ചെയ്യുന്ന പാട്ടുകാരൊക്കെ ഇങ്ങോട്ട് പാടി കൊയർ സംഘമൊക്കെ വരും, ബോക്സ് വയ്ക്കും, ആമ്പിളിവർ വയ്ക്കും, വേണ്ടി വന്ന 2 ഹാണും കൂടെ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്.
ആരംഭ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്കൊന്നും അനേകം മിഷണറിമാര് വന്നത് പ്ലെയിനിലല്ല, പായ്ക്കപ്പലുകളിലാണ് വന്നത്. മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങളെടുത്ത ഒരു കരയ്ക്കടുക്കുന്നത്. അങ്ങനെ കപ്പലുകളിൽ, പായ്ക്കപ്പലുകളിൽ, ബോട്ടുകളിൽ മരിച്ച അനേക ദൈവമക്കൾ, മിഷണറിമാർ, അവരുടെ ശരീരങ്ങളെല്ലാം 2-3 ദിവസം വച്ച ശേഷം എടുത്ത് കടലിലേക്ക് എറിയും. അവരെ ശരീരങ്ങളെല്ലാം കടലിൽ അഴിഞ്ഞു പോകും, വെള്ളത്തിൽ. സുനാമി തന്നെ എന്തുമാത്രം ആൾക്കാർ മരിച്ചു, എന്തുമാത്രം ആൾക്കാരുടെ ബോഡി കിട്ടാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുനാമി അടിച്ച് 3 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരു സെമിനാർ നടക്കുകയായിരുന്നു രാമേശ്വരം ദ്വീപിൽ. ആ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ആ ദൈവദാസൻ പറഞ്ഞ, സഹോദരിമാരൊന്നും ഇത് കാണരുത്. എന്നിട്ടും ചിലർ സുനാമി അല്ലേ, കാണാടി എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ അങ്ങോട്ട് കയറിയിരുന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു ഭാഗം കണ്ടപ്പോൾ പലതും ബോധം കെട്ട് വീഴുന്ന അവിടെ. അപ്പോൾ കട്ട് ചെയ്ത് എല്ലാത്തിനെയും ഇറക്കി വിട്ടു. പിന്നെ ആണുങ്ങൾ മാത്രമല്ല ബാക്കി കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ബോഡി കിട്ടാത്ത അനേക ശരീരങ്ങൾ സമുദ്രത്തിലുണ്ട്. ഗംഭീരനാദം എന്ന് പറയുന്ന യേശുവിന്റെ ശബ്ദം ഈ വെള്ളത്തിലേക്ക്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വെള്ളത്തിന്മേൽ ഇറങ്ങുമ്പോൾ സമുദ്രത്തിൽ മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കും. വെളിപ്പാട് 20:13 അങ്ങനെ എഴുതിയിരിക്കുന്നത്. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. വായിച്ചതിന്റെ 1-ാം ഭാഗം. Revelation chapter 20 verses 13. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഇതാ ഗംഭീരനാദം. പ്രൈസ് ദി ലോർഡ്. 3-ാമത് മധ്യാകാശത്തിൽ നടക്കുന്നത് ദൈവത്തിന്റെ കാഹളം. എന്താ ദൈവത്തിന്റെ കാഹളം എന്ന് പറയുമ്പോൾ? ദൈവത്തിന് സ്തോത്രം. അതിന് മറ്റൊരു സംഭവം നടക്കൂലേ? പ്രധാന ദൂതന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ആരാ പ്രധാന ദൂതൻ അറിയോ? 2 പേരുണ്ട്. ഒന്ന് ഗബ്രിയേൽ ദൂതൻ, ഒന്ന് മീഖായേൽ ദൂതൻ. ഇവ 2 പേരും പ്രധാനികളാണ്. ഇവിടെ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പാളും പഠിപ്പിക്കുന്ന അധ്യാപകരെ കൊണ്ട്, അതുപോലെ വിദ്യാഭ്യാസമുള്ള NDയുടെ ഒരു സഹോദരനൊക്കെ ബാക്കിൽ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാം എന്നെക്കാളും വിദ്യാഭ്യാസവും പ്രാഗൽഭ്യന്മാരുമാണ്. എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, വേഷം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഡിഗ്രി ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ ഇപ്പം നിങ്ങൾ അയച്ചു പോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പ്രധാന ദൂതന്മാർ 2. ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ദൂതന്മാരെ കുറിച്ച് 6 മാസം എനിക്ക് പഠിക്കാറുണ്ടായിരുന്നു ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ദൂതശാസ്ത്രം എന്നൊരു വിഷയമുണ്ട്, അത് പഠിച്ചു നോക്കണം. കോടാനുകോടി ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ പ്രധാന ദൂതൻ മീഖായേൽ. എന്തിനാ മീഖായേൽ വരുന്നേ? മീഖായേൽ വരുന്നത് സാത്താനോട് എതിർത്ത് നിൽക്കാനാ വരുന്നേ. അപ്പൊ യേശുവിന്റെ വരവിനെ പിശാച് തടയും. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തെ പിശാച് തടയും. ഈ തടസ്സം മാറ്റാനാണ് പ്രധാന ദൂതനായ മീഖായേൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറങ്ങുന്നവരല്ലേ പറഞ്ഞേ? ആരുമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5-ാം വാക്യത്തിൽ യഹോവയായ ദൈവത്തിന്റെ ദാസനായ മോശ മോവാബ് താഴ്വരയിൽ വെച്ച് യഹോവയായ ദൈവത്തിന്റെ വചനപ്രകാരം മരിച്ചു. മോവാബിന്റെ താഴ്വരയിൽ ബേത്പയോരിനരികിൽ അവനെ അടക്കി. അവൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അടക്കം ചെയ്യാൻ വന്നത് മീഖായേൽ ദൂതൻ. യൂദ 1:9 അവിടെ എഴുതിയിട്ടുണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിക്കുമ്പോൾ സാത്താനെ ശാസിച്ചു എന്നിട്ട് അടക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശ മരിച്ചപ്പോൾ സാത്താൻ വന്നെങ്കിൽ നമ്മളൊക്കെ മരിക്കുമ്പോൾ ആര് വരും? സെൻട്രൽ പാസ്റ്റർ വരും, കൂടെ കാണും മറ്റവനും. ഹല്ലേലൂയ. പാസ്റ്റർ നല്ല അടക്കമൊക്കെ നടത്തി പോകും. ഹല്ലേലൂയ അല്ലേ?
എന്തിനാ മോശം അടക്കം ചെയ്യാൻ സാത്താൻ വന്നേ? അപ്പം 3 തെറ്റേ ചെയ്തോളൂ. ഒന്ന്, ദൈവം വിളിക്കുമ്പോൾ പറഞ്ഞു, നിനക്ക് മറ്റ് ബോധിച്ച വല്ലവനെ വിളിച്ചു. എൻ്റെ നാക്ക് തിരി കട്ടി കൂടുതലാണ്. നമ്മപ്പോലെ നമുക്കൊക്കെ കട്ടിയല്ല, നീളം കൂടുതലായി തിരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ലേ പറഞ്ഞേ? നീ 1 പറഞ്ഞാൽ ഞാൻ 9 പറഞ്ഞിട്ടേ പോകൂ. സ്വോത്രം മാത്രം നമ്മൾ എത്ര പറഞ്ഞാലും അനങ്ങൂല. ഇപ്പം ഇവിടെ കണ്ടല്ലോ നമ്മൾ അധ്യക്ഷൻ പാസ്റ്റർ, പേര് ഓർമ്മയില്ല എങ്കിലും പുള്ളി പറഞ്ഞു, ഈ അനുസരണം നല്ലതാണ്, യാഗത്തെക്കാൾ നല്ലത്, മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നെല്ലാം പറഞ്ഞു. എല്ലാം ശരിയാ. വേണ്ടി വന്നാൽ നിങ്ങൾ എന്നെക്കാളും പ്രസംഗിക്കുകയും ചെയ്യും, അവസരം തന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, ഒന്ന് മുമ്പോട്ട് വന്നിരിക്കാൻ പറഞ്ഞു. എത്ര കസേര കിടക്കണം, ഇതിലെല്ലാം പിശാചിരിക്കുകയാണ്. ആരിക്കണേ? സംശയമുണ്ടോ? യേശു 4 പെസഹയ്ക്കാണ് യെരൂശലേമിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. 4ാമത്തെ പെസഹ യേശുവാണ് നടത്തിയത്. അവിടെ ആരുണ്ടായിരുന്നു? സാത്താൻ ഉണ്ടായിരുന്നു. ആ തിരുവത്താഴ ശുശ്രൂഷകത്ത് വായിച്ചിട്ടില്ലേ? വായിക്കാത്തവർ വായിച്ചാൽ മതി. യോഹന്നാൻ 13:27 അവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടം യേശുവിൻ്റെ കയ്യിൽ നിന്ന് യൂദ കണ്ടം വാങ്ങി ഉടൻ തന്നെ സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. നമ്മളൊക്കെ ഇങ്ങനെ തിരുവത്താഴം കൊണ്ടുവരുമ്പോൾ വാങ്ങിക്കുമല്ലോ. ചിലർ കൂടുതലെടുക്കും, ചിലർ കുറച്ചെടുക്കും. അത് അവരവരെ വിശപ്പ് പോലെ ഇരിക്കും. ചിലരിങ്ങനെ എടുത്ത വാക്കകത്ത് വയ്ക്കുമ്പോൾ വാ തുറക്കുമ്പോൾ തന്നെ ആര് പോയി? സാത്താൻ അവൻ്റെ ഉള്ളിൽ പോയി. അപ്പൊ സാത്താൻ എവിടെ ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? ആ യേശു നടത്തിയ തിരുവത്താഴ ശുശ്രൂഷകത്ത് സാത്താൻ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ കസേരയിലെ കാര്യം കാണും, ബാക്കി ഒഴിഞ്ഞു കിടക്കണേലൊക്കെ ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് സാത്താന് ഇടം കൊടുക്കരുതെന്ന് പറയണത്. സാത്താന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നാളെയെങ്കിലും വരുമ്പോൾ മുമ്പോട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊണ്ടുവരുമ്പോൾ ഒരു ബാഗും കൊണ്ടുവരുമല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ബാഗ് കൊണ്ടുവരും, ബാഗിനെ ഇങ്ങനെ ഇറക്കി അടുത്ത കസേരയിൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കും. ഇതുപോലെ നിങ്ങളെ കൂടെ പറഞ്ഞാൽ സാത്താൻ എന്തെന്നറിയാമോ? അവൻ നിങ്ങളെ നിറങ്ങി അവിടെ ഇരിക്കും. നിങ്ങൾ കൈയടിക്കും, സ്വാത്രം പറയും, അല്ലെങ്കിൽ പറയും, എല്ലാം പറയും. പോകുമ്പോൾ അവൻ കൂടെ വെച്ച് നിങ്ങളെ കൂടെ വരും. അമ്മ അവിടെ ഇരിക്കാതിരിക്കണമെങ്കിൽ നാളെ കസേര ഒഴിഞ്ഞിട്ടാതിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രധാന ദൂതൻ ദൈവമക്കളുടെ പുനരുത്ഥാനത്തെയും മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടാതിരിക്കാനും സാത്താൻ തടയും. ഇതിനാണ് മീഖായേൽ വരുന്നത്. കാരണം ഈ സ്വർഗം എന്ന് പറയുമ്പോഴേ നമ്മളാരും വിചാരിക്കും പോലെയുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ സ്വർഗത്തിന്, ആകാശമണ്ഡലത്തിന് 7 തട്ടുകളുണ്ട്. ഈ 7 തട്ടിനും കൊടുത്തിരിക്കുന്ന അയറ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഹെവൻസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. 7 തട്ടുകൾ. ഈ 7 തട്ടുകളെയും സ്വർഗം എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനെല്ലാത്തിനും തെളിവുണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നോക്കി പറയാനുള്ള സമയമില്ല. ഒന്നാമത് കണ്ടുകൂടാ, കുഞ്ഞാശരമായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഒരു സ്വർഗം സാത്താൻ്റെതാ. ആര്? സാത്താന് സ്വർഗമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു സ്വർഗം പിശാചിൻ്റെതാ. അപ്പൊ മധ്യാകാശത്തിൽ ഈ കിടക്കുന്ന പിശാച് യേശുവിന്റെ വരവിനെയും വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം മേളിലേക്കുള്ള യാത്രയെ അവൻ തടയും. അത് മാറ്റാനാണ് പ്രധാന ദൂതനായ മീഖായേൽ അവിടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു 3 വാക്യം പറയാൻ സമയം കുറവാ, ഇല്ലെങ്കിൽ എല്ലാം തീരൂല. ദാനിയേൽ പ്രവചനം 10:13. പാർസി രാജാവിന്റെ പ്രഭു 21 ദിവസം ദാനിയേലിനെ പ്രാർത്ഥന കൊണ്ടുവന്ന ദൂതനെ പിടിച്ചു കെട്ടി വെച്ചു, അവിടെ തടഞ്ഞു വെച്ചു. പാർസി രാജാവിന്റെ പ്രഭു. ദാനിയേൽ 10:13 ഒന്ന് വായിച്ചേ. Daniel 10:13. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. എഫീസർ 6:10-11-12. അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും
ഈ ലോകത്തിന്റെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. 6:12 ഒന്ന് വായിച്ചേ. Ephesians chapter 6 verses 12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പൊ സ്വർലോകത്തിൽ ആരുണ്ട്? ആ ദുഷ്ടാത്മസേനയുണ്ട്. സാത്താൻ ഒരു സ്വർഗം കൊടുത്തിരിക്കുക കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് മേളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സ്വർഗം സാത്താനുള്ളതാ. അവിടെ അവൻ കിടക്കുക ഇപ്പോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ വരവിങ്കൽ പ്രധാന ദൂതനായ മീഖായേൽ വരുമ്പോൾ അവിടെ ഒരു യുദ്ധമുണ്ട്. അത് കർമ്മകയോ യുദ്ധമൊന്നും അല്ല കേട്ടോ, മധ്യാകാശത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് 12:7. പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി ജയിച്ചില്ല താനും. അവൻ നേരെ ഭൂമിയിലേക്ക് വീണു. ആര്? മഹാസർപ്പം, അവന്റെ സൈന്യം, ദൂതന്മാർ എല്ലാവരും നിലം പതിച്ചു. അപ്പൊ പ്രധാന ദൂതനായ മീഖായേൽ വരുന്നത് യേശുവിന്റെ വരവിനെ തടയുന്ന, വിശുദ്ധന്മാരുടെ രൂപാന്തരത്തെ തടയുന്ന പിശാച് മധ്യാകാശത്തിലേക്കുന്ന പകയപ്പാമ്പ് മഹാസർപ്പം, ഇവനെ വെട്ടി താഴെ ഇടാനാ മീഖായേൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് മധ്യാകാശത്തുള്ളത് ദൈവത്തിന്റെ കാഹളം. എന്താ കാഹളം എന്ന് പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ മണിയടിക്കുന്ന കേട്ടില്ലേ നിങ്ങൾ? എന്തിനാ മണിയടിക്കുന്നത്? ദേശത്തെ ഭൂതം മാറാനല്ല. ബോധം പോലും ഇല്ലാതെ കിടക്കുന്നവന് ഇന്ന് പള്ളിയിൽ ആരാധന ഉണ്ടാകുന്ന അടിച്ച് കാണിക്കുക ഇത്, ഈ ശബ്ദം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവർ മണി അടിച്ച് ആരെയും വിളിക്കൂല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഹളം ദൈവസഭയെ വിളിക്കുന്നത്. സംഖ്യ 10:2. Numbers 10 verses 2. മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, നീ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. അടുപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ, ദൈവജനത്തെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പിക്കാനും അത് ഉതകണം. പ്രൈസ് ദി ലോർഡ്. നോക്കിയ ദൈവത്തിന്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ ദൈവസഭയെ സ്വർഗം മധ്യാകാശത്തിലേക്ക് ചേർക്കും. ഇതാ ദൈവത്തിന്റെ കാഹളം. യെശയ്യാവ് 27:13. Isaiah 27 verses 13. യെശയ്യാവ് 27:13. അന്നാളിൽ മഹാകാഹളമൂതും. അന്നാളിൽ മഹാകാഹളമൂതും. അശ്ശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിൽ വന്ന് വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. ദൈവത്തിന്റെ കാഹളമൂതുമ്പോൾ ദൈവജനം ദൈവസന്നിധിയിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചിലരൊക്കെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്വർഗത്തെ കേട്ടപ്പോൾ നിങ്ങൾ ഇത്രയും പേടിക്കും. നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും? പ്രൈസലോ. നരകത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ 8 ഭാഗങ്ങളുണ്ട് നരകത്തിന്. നരകം ഒന്നേ ഉള്ളൂ, 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ചല്ല നരകത്തിടുന്നത്. അങ്ങനെ നിങ്ങളാരും വിചാരിച്ചുകൊണ്ട് പോകരുത്. പെന്തക്കോസ്തുകാർക്ക് പ്രത്യേകിച്ചുണ്ട്, പാസ്റ്റർമാർക്ക് പ്രത്യേകിച്ചുണ്ട്, CSAക്കാർക്ക് പ്രത്യേകിച്ചുണ്ട്, അച്ഛന്മാർക്ക് പ്രത്യേകിച്ചുണ്ട്, കപ്പ്യാർക്ക് പ്രത്യേകിച്ചുണ്ട്. കപ്പ്യാർ ഞാൻ ഒരാളല്ല, 1-ാം നൂറ്റാണ്ടിൽ ഇതുവരെയുള്ള കപ്പ്യാരെ എണ്ണം എടുക്കണം നിങ്ങൾ. ഒരുപാട് പേര് കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭാഗം മാത്രം സാത്താനുള്ളത് നരകം, ബാക്കി 7 മനുഷ്യർക്കുള്ളതാ. ഹല്ലേലൂയ. ഇനിയൊരു അവസരം ചിലപ്പോൾ ഇവിടെ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത നരകത്തെ കുറിച്ച് പറയാം. ഇന്നെല്ലാം കൂടെ തീരൂല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ കാഹളം ദൈവസഭയെ ചേർക്കുന്നത്. ഈ 3 കാര്യങ്ങൾ മധ്യാകാശത്ത് നടക്കുമ്പോൾ ഭൂമിയിൽ നടക്കുന്നിടത്ത് 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ക്രിസ്തുവിൽ മരിച്ചവൻ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആരാ ക്രിസ്തുവിൽ മരിച്ചവൻ? പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ച ആളാണോ? ഒരു അറ്റാക്ക് കഴിഞ്ഞതാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അഥവാ ഇവിടെ വീഴുകയാണെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചെന്ന് പറയരുത് നിങ്ങൾ. കാര്യം എന്താ? അറ്റാക്ക് വന്ന് മരിക്കുന്നവരെ പറയാവൂ. പ്രൈസ് ദി ലോർഡ്. ചിലർ അപ്പം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് പോയി മേളിലോട്ട്. ചുമ്മാ അത് മേളിൽ ചെന്നാലേ അറിയാക്കുള്ളൂ പുള്ളി അവിടെ ഉണ്ടോ താഴെ ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. എന്താ കാര്യം? ചില കൺവെൻഷനൊക്കെ നോട്ടീസിൽ പറയും, ലോകപ്രസിദ്ധനായ ദൈവദാസൻ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇന്ന് രാത്രി നമ്മോട് ദൈവവചനം സംസാരിക്കും. ഒരു ലോട്ടറി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രാജ്യത്തിലും പോയിട്ട് വരാൻ പൈസ ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ആരായി? ലോക പ്രസിദ്ധനായി. സ്വർഗം അറിയണം നമ്മൾ ഏത് ലോകത്ത് പോയാലും. ഇല്ലെങ്കിൽ അതുകൊണ്ട് ആ യാത്ര കൊണ്ട് യാതൊരു ഗുണവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടെത്തും, അപ്പോൾ ബാക്കി ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവൻ. പള്ളിക്കകത്ത് മരിച്ചവനോ, പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചവനോ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചവനോ അല്ല, ക്രിസ്തുവിൽ മരിക്കുന്നവൻ. റോമർ 6:3. Romans 6:3. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുക. സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്താ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. സ്നാനമേറ്റിരിക്കണം. അത് വെള്ളം കുടയണതല്ല. ചില പുള്ളികളൊക്കെ എന്നെ കുടഞ്ഞിട്ട് പോകുന്ന പുള്ളികളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നാനം എന്ന് പറഞ്ഞാൽ കന്നഡയിൽ സ്നാനമാടി തരുമെന്ന് കുളിക്കണം എന്നാണ് പറയുന്നത്. അപ്പം സ്നാനം മുങ്ങി തന്നെ എടുക്കണമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇംഗ്ലീഷ് അറിയാമെന്നുള്ള കുട്ടികളുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ പറയാം. ഈ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, യേശു യോർദാനിൽ യോഹന്നാന്റെ കീഴിൽ സ്നാനമേറ്റു. വെള്ളത്തിൻ്റെ അകത്തു നിന്ന് യേശു പുറത്തു നിന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ സാറേ? അപ് ടോപ്പ് ദി വാട്ടർ എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യേശു വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തു വന്നു എന്നാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനില്ല, യേശു യോർദാനിൽ നിന്ന് കയറിയെന്നേ ഉള്ളൂ. കാര്യം എന്നറിയാമോ? നമ്മുടെ മലയാള ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും നമ്മൾ പഠിച്ചാൽ 52 വാക്യം തെറ്റല്ല, ട്രാൻസ്ലേഷനിൽ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എത്ര വാക്യം? 52 വാക്യം. 31:1 ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെ ഉണ്ടാക്കി. മലയാളത്തിൽ ഒരു സ്വർഗം ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനത്തെ കാണിക്കുന്നത്. വെള്ളത്തിൽ നമ്മെ അടക്കം ചെയ്യുന്നു, അതാണ് സ്നാനം. സ്നാനാക്കുകയാണോ എടുക്കാം? നമ്മൾ വിചാരിക്കുന്ന പള്ളിക്കാർക്ക് മാത്രമേ സ്നാനം എടുക്കാവൂ എന്നല്ലേ? യേശു സ്നാനമേറ്റു. മത്തായി
3:16-17, മർക്കോസ് 1:8, 9, 10, 11, ലൂക്കോസിന്റെ സുവിശേഷം 3:21. ആ 3:21 പറഞ്ഞിരിക്കുന്നു, ജനമെല്ലാം സ്നാനമേറ്റു, യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഇങ്ങനെ ചുമ്മാ തുറന്നിട്ടിരിക്കുകയല്ല. നമ്മളിവിടെ പന്തലൂട്ടിട്ട് 4 സൈഡും തുറന്നിട്ടിട്ടുണ്ട് ഇല്ലേ? എന്തിനാണ്? ആൾക്കാർ കയറി എളുപ്പത്തിന്. കല്യാണത്തിൽ ടെൻ്റ് അടിച്ച് പന്തലിടുക പോലെ തുറന്നിടുക 4 സൈഡും ഇല്ല. ജസ്റ്റ് ഒരു സാരിയെങ്കിലും വലിച്ചു കിട്ടും അവര്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ സ്വർഗം ചുമ്മാ തുറന്നിട്ടിരിക്കുന്നു അല്ല, സ്ഥലമൊന്നും അല്ല. ബൈബിൾ നിങ്ങൾ വായിച്ച, ഞാൻ വായിച്ചെടുത്ത ആ പടം 3 സ്ഥലത്തെ സ്വർഗം തുറന്നിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബൈബിളിൽ ഞാൻ കണ്ടതാണ്. ഇനി കാണാതെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഈ സാധനം തീർത്ത് വായിച്ചിട്ടില്ല ഇതുവരെ, പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാ ഞാൻ വായിച്ചതിൽ 3 സ്ഥലത്തെ സ്വർഗം തുറന്നിട്ടുള്ളൂ. ഒന്ന്, യേശു പ്രാർത്ഥിച്ചപ്പോൾ, ലൂക്കോസ് 3:21 വായിച്ച്, ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു, യേശു സ്നാനമേറ്റ് കയറി, അവൻ പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം പഴയ നിയമത്തിലൊരു ഭാഗത്ത് തുറന്നിട്ടുണ്ട്. അത് എവിടെയെന്ന് ചോദിച്ചാൽ എഗസ്കേൽ പ്രവചനം 1:1 എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബാബേൽ പ്രാസത്തിൽ നിന്ന് ജനത്തെ കൊണ്ടുവരുമ്പോൾ എഗസ്കേൽ ദൈവസഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം പുതിയ നിയമത്തിൽ തുറന്നത് യേശുവിൻ്റെ സ്നാനത്തിലാണ് തുറന്നത്. എന്തിനാ? യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. നീ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ യേശു സ്നാനമേറ്റു. യേശുവിൻ്റെ അന്ത്യകൽപ്പനയാണ് സ്നാനം. മത്തായി 28:18 മുതൽ 20 വരെയുള്ള ഭാഗം. ആകയാൽ സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരായിക്കൊള്ളണം. ഇപ്പൊ ഉപദേശം വിട്ടുകിടക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ 2-3 പെന്തക്കോസുണ്ട്. ബൈബിളിൽ ഒരു പെന്തക്കോസ് ഉള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഉരുപ്പടി ഇട്ട പെന്തക്കോസ്, ഉരുപ്പടി ഇല്ലാത്ത പെന്തക്കോസ്, ആത്മാവുള്ള പെന്തക്കോസ്, ആത്മാവില്ലാത്ത പെന്തക്കോസ്, അന്യഭാഷ ഉള്ള പെന്തക്കോസ്, അന്യഭാഷ ഇല്ലാത്ത പെന്തക്കോസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിക്കണം, മരിച്ചിട്ടേ സ്നാനപ്പെടാവൂ. അവിടെയൊക്കെ ദൈവദാസം മരിപ്പോണ്ട് ശ്രദ്ധിക്കണം. ഇവിടെ ദൈവദാസം കൊണ്ട് ശ്രദ്ധിക്കണം. നേരെ ചാപാത്തവനെ കുഴിച്ചു മൂടിയാൽ കുഴിച്ചു മൂടുന്നവൻ്റെ പേരിൽ കേസെടുക്കും. നേരെ ചാകാത്തവനെ കുഴിച്ചു മൂടിയാൽ കുഴിച്ചു മൂടുന്നവൻ്റെ പേരിൽ കേസെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അടുത്തൊരു വീട്ടിൽ വന്നു വർഷങ്ങൾക്ക് മുമ്പ്. വന്നപ്പോൾ അവിടുത്തെ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പി ഇത് ഇവിടെ ഇരിക്കില്ലേ പാസ്റ്റർ, പേരെനിക്ക് ഓർമ്മയില്ല, രാജു പാസ്റ്റർ. രാജു പാസ്റ്ററിൻ്റെ സമയത്താണ് ഇവിടെ ഒരുപാട് വരെ പിടിച്ച് പുള്ളി സ്നാനപ്പെടുത്തി. പ്രൈസ്. അപ്പോൾ എന്നോട് പറയാം, അപ്പി അങ്ങേര് എൻ്റെ ചെറുക്കനെ പിടിച്ച് മുക്കിക്കളഞ്ഞ്, അങ്ങേര് ശരിയല്ല. ഞാൻ ചോദിച്ചത്, ചേച്ചി അവനെ കിണറ്റിലാണോ മുക്കിയേ? മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു, കിണറ്റിലാണോ മുക്കിയേ? അല്ല. പിന്നെ എവിടാ? കൂക്കുടി ആറ്റിലാണ് കൊണ്ടുവന്ന് മുക്കിയത്. പാസ്റ്റർ നല്ലവനാണ്, അയാൾ തെറ്റുകാരനല്ല. ഇവൻ ഇവിടെ നിന്ന് കടുക്കാമൂട്ടിന്ന് വണ്ടി കയറി കൂവക്കുടി പോയോണ്ടല്ലേ മുക്കിയത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു പാസ്റ്റാണ്, ഞാൻ ചെന്ന് ഒരു തന്നെ കണ്ട് അവനെ പിടിച്ച് അവൻ്റെ കിണറ്റി മുക്കണമെങ്കിൽ ശരി, എൻ്റെ കുഴപ്പമാണ്. ഇതിവിടെ നിന്ന് വണ്ടി കയറി ആറ്റിപ്പോയി അവനെ അവിടെ മുക്കിയതിന് പാസ്റ്റർ കുഴപ്പമാണ് അല്ല. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചു അവിടെ നിന്ന്, കർത്താവേ ഈ സഹോദരിക്കും സ്നാനപ്പെടാൻ അവസരം ദൈവം ഉണ്ടാക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ചില മാസങ്ങൾ കഴിഞ്ഞ് അവര് സ്നാനപ്പെട്ടു. അവർ ഇപ്പം നിത്യതയിൽ റിപ്പോർട്ടുണ്ട്, ഞാൻ അടക്കത്തിനുണ്ടായിരുന്നവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഈ സ്നാനപ്പെട്ട് അടക്കം ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം നോക്കണം. ഈ അടക്ക ശുശ്രൂഷയിലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പേര് മരിച്ചാണല്ലോ സഹോദരിമാര്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്, ചേച്ചി മരിച്ചിട്ടുണ്ട്, ചേട്ടൻ്റെ പലരും എൻ്റെ വീട്ടിൽ മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം 5 വരെയുള്ള, ബാക്കിയെല്ലാം പോയി. എണ്ണം പറയുന്നില്ല, നിങ്ങൾ ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എല്ലാത്തിനെയും കൂടെ വിളിച്ചുകൂട്ടിയ ഒരു കരിയാൾ കൂടെ ഉണ്ട്. രക്തബന്ധം മാത്രം, വെളിയിലുള്ളതല്ല. അതുകൊണ്ട് ഇവിടെ മരണാടക്കം നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എത്ര പവൻ ഇട്ട് അയച്ചാലും എല്ലാം ഊരി പറക്കിട്ടേ അയക്കൂ. അങ്ങോട്ട് പെട്ടിയിലോട്ട് കയറ്റി വിടൂ, ഇല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ച ആരെങ്കിലും ആഭരണമായിട്ട് അടക്കിയിട്ടുണ്ടോ? ഒരു അല്ലേലിയ പറഞ്ഞേ. എന്നിന് അടക്കിയിട്ടുണ്ടെങ്കിലേ അല്ലേലിയ പറയാൻ പറഞ്ഞോളൂ. കൊത്തിയും കേൾക്കാതെ ഉത്തരം എഴുതരുത്, തോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പാസ്റ്റർമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ആഭരണമായിട്ട് അടക്കം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അഥവാ അടക്കിയാൽ അന്ന് രാത്രി ആ കുഴി തോണ്ടും, ആ ഉരുപ്പടി എടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെത്താൻ മരണപ്പെട്ട് കുഴിച്ചു മൂടുന്നവര്, ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്നവര് ആഭരണം മാറ്റി തന്നെ മുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലര് പറയുന്നത് ആഭരണം മാറ്റാൻ പുതുനിയമത്തിലില്ല. ഉണ്ടോ? പാസ്റ്റർമാരെ മുഖത്ത് നോക്കില്ല, അവർ ചിലപ്പോൾ ഇല്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൊച്ചു പിള്ളേരൊക്കെ വല്ല തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, പറയൂലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. പിള്ളേരെങ്കിലും തെറ്റി കാണിച്ചാൽ തൊട്ടുകാരെന്ന് പറയും പിള്ളേരെടുത്ത്. ഇത് അപ്പനുള്ളതാണ്, അല്ലെ അമ്മയ്ക്കുള്ള, അല്ലെങ്കിൽ ചേട്ടനുള്ളതാണ്. പണ്ടത്തെ വീടുകളിലൊക്കെ തിണ്ണയെന്നും സംഭവമുണ്ട്. മെത്താണ്. അന്ന് കട്ടിലൊന്നുമില്ലല്ലോ. മെത്താണാക്കെന്ന് വെച്ചാൽ വീട്ടിലേറ്റവും പ്രായമുള്ള ആളാണ്, രാജകുടുംബം പോലെ. അങ്ങേര് ചത്താലേ അടുത്ത സ്ഥാനമൊക്കെയുള്ള തിണ്ണയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. അണ്ണൻ ചത്ത തിണ്ണ ഒഴിയെന്ന് പറയും. കാരണം അപ്പം കഴിഞ്ഞ പിന്നെ അണ്ണനാണ് ഏറ്റവും മൂത്ത ആള്. അണ്ണനാണ് ആ തിണ്ണാര അവകാശി. അണ്ണനും ചത്ത പിന്നെ അതിൻ്റെ ഇളയവനാണ് അവകാശി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അണ്ണൻ ചത്ത തിണ്ണ ഒഴിയെന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, രക്ഷിക്കപ്പെട്ട് സ്നാനമേൽക്കുന്ന ഒരു ദൈവവൈതൽ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുകയാണ്. അവനെ ആഭരണം മാറ്റി തന്നെ അവനെ കുഴിച്ചു മൂടണം. ആഭരണം വിട്ട് അടക്കരുത്. ആഭരണം അടക്കിയാൽ സാത്താൻ അന്ന് രാത്രി ആ കുഴി തോണ്ടും. കല്ലേത്തൊരു കുഴി തോണ്ടി എന്നറിയപ്പെടുന്ന, പ്രൈസ് ദി ലോർഡ്. എനിക്ക് കൂടെ പറയാത്തല്ലോ, ബന്ധുക്കളെല്ലാം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തെ. ഹല്ലേലൂയ. രാത്രിയിൽ മകളെ അടക്കം ചെയ്തു, പകൽ ആഭരണമായിട്ട് അടക്കിയത്. രാത്രി ആ പിതാവ് തോണ്ടുകയാണ് കുഴി. തോണ്ടിയപ്പോൾ അപ്പൊ ഒരു സഹായത്തിന്റെ ആളവിടെ വന്നു. പുള്ളി വന്നതേ ഈ കുഴി തോണ്ടാനാ വന്നേ. ആര്? വന്നയാള്. കൊച്ചിന്റെ അപ്പൻ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഏകദേശം ഒരു 80 വർഷത്തിന് മുമ്പുള്ള കാര്യം പറയുന്ന കേട്ടോ, ഞാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വന്നപ്പോ ഇദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാ. നമ്മളിപ്പോ പള്ളിയിൽ അച്ഛനും കപ്പേരും എന്ന് പറയും പോലെ 2 തരത്തിലുള്ള 2 പേര് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. അപ്പൊ ജോയിസ് കുഴി മാന്തുക, ഞാൻ കൂടെ സഹായിക്കാന്ന് പറഞ്ഞു. പകുതി ആരുടെയും പറയണ്ട. പ്രൈസ് ദി ലോർഡ്. 2 പേരും കൂടെ, അപ്പനും മോനും കൂടെ തോണ്ടിയെടുത്ത് 2 പേരും കൂടെ വീതിച്ചു. 2 പേരും കൂടെ കൊണ്ടുപോയി. സ്നാനപ്പെട്ടിട്ട് ഉരുപ്പടിയിട്ട് ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ പിള്ളേരടുത്ത് പറയണം, മക്കളെ ഞാൻ ചാവുമ്പോ ഇത് ഊരരുത്, ഇതിന്റെ അപ്പം കെട്ടിയ താലിയാ എന്റെ കഴുത്തിൽ കിടക്കണത്. പ്രൈസ് ദി ലോർഡ്. ഇതെന്നെ ഇട്ട് വേണം അടക്കാനെന്ന് പറയണം. എങ്ങനെ പറയോ? അങ്ങനെ പറയോ എന്നുള്ള എത്ര പേരുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉരുപ്പടി ഇട്ടിരിക്കണവര് പറയും. അപ്പൊ അവനിപ്പോ വില എത്രയെന്നറിയാ?
70 പാസ്റ്ററെ, 70 വയസ്സല്ല, 70,000 പിന്നെ എങ്ങനെ തൊട്ട് കുഴിച്ചു മൂടും? പ്രൈസ് ദി ലോർഡ്. എൻ്റെ കണക്കൊന്ന് 70,000 കുറവാ, വില കുറവാ അല്ലേ? കൂടുതലാണോ? എൻ്റെ അപ്പനൊരു സർക്കാർ ജീവനക്കാരനായിരുന്നു. എൻ്റെ അപ്പന് സർക്കാർ ജോലി കിട്ടിയപ്പോൾ 2,000 രൂപ ശമ്പളം. അന്ന് ഒരു പവന് 13 രൂപ വില. അപ്പം പറയണതാ 13 രൂപ അന്നത്തെ വില. ഈ 2,000 രൂപ ശമ്പളക്കാരന് എത്ര മാസം ജോലി ചെയ്താൽ ഈ ഒരു പവൻ വാങ്ങിക്കാൻ പറ്റും? കണക്കൂട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളം നോക്കിയാൽ ചിലപ്പോൾ ഒരു മാസം പൈസ വേണ്ട ഒരു പവൻ വാങ്ങിക്കാൻ. അപ്പോൾ ഇപ്പം വില കുറവല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മരിക്കുന്നവൻ്റെ ആഭരണം മാറ്റിയ അവനെ അടക്കം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്നാനപ്പെടുന്നവൻ ആഭരണം മാറ്റി തന്നെ മുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പറയുന്ന പഴയ നിയമത്തിലേ ഇതുള്ളൂ, പുതിയ നിയമത്തിലില്ല. പഴയ നിയമത്തിലില്ല, ഉണ്ട്, പുതിയ നിയമത്തിലില്ല എന്നുള്ളവർ മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ പറയാൻ പോണത്. യേശു വന്നത് മത്തായി 5:17 ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല, നിവർത്തിക്കാൻ അത്രേ വന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. മത്തായി 10:9 യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ വെള്ളി, പൊന്ന്, 2 ഉടുപ്പ്, ചെരുപ്പ്, പൊക്കണം ഒന്നും എടുക്കരുത്. തൊട്ടുപോലെ കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാർ ചോദിക്കാറുണ്ട്, പുതിയ നിയമത്തിനകത്തുണ്ടോ? ആ, പ്രൈസ് ദി ലോർഡ്. ചിലരൊന്നും കണ്ടിട്ടില്ല. എന്നോടും പല പാസ്റ്റർമാരും ചോദിച്ചിട്ടുണ്ട്, ഇത് ബൈബിളിലുള്ള കാര്യമാണ് ഇതൊക്കെ എന്ന്. ഒന്ന് വായിച്ചേ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വകിക്ക് പൊക്കണവും 2 ഉടുപ്പ്, ചെരുപ്പ്, വടിയും കരുതരുത്, എടുക്കരുത്. യേശു പറഞ്ഞതാ. നമ്മൾ പിള്ളേരെയൊക്കെ വരട്ടി നിർത്തും പോലെ തൊട്ടുപോകരുത്. സുന്ദരം ദേവാലയത്തിൻ്റെ ഇടയിൽ പിച്ചയായിച്ചുകൊണ്ടിരുന്ന പിച്ചക്കാരൻ പത്രോസിനോടും പൗലൂസിനോടും ചോദിച്ചു, എടേ ഉപദേശി, വെള്ളിയോ പൊന്നോ ഉണ്ടെങ്കിൽ തന്നിട്ട് പോ. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞേ? വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ വെച്ച് പോന്ന് പറഞ്ഞു. അവരുടെ കയ്യിലുണ്ടായിരുന്ന യേശുവാ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഈ ആഭരണം ധരിക്കുന്ന സഹോദരിമാര് അറിയാമോ? ഒരുപാട് വാക്യമുണ്ട്, പറഞ്ഞാൽ അത് തന്നെ തീരൂല. 1-2 വാക്യങ്ങൾ പറയാം. പുരുഷനെ ആകർഷിക്കാൻ ആഭരണം ധരിക്കുന്ന സ്ത്രീകൾ. പ്രൈസ് ദി ലോർഡ്. ഉത്തമതങ്ങളുടെ പുസ്തകം പറയണ വാക്യം മാത്രമേ വായിക്കാവൂ, തെറ്റിച്ച് കളയരുത്. തെറ്റിയ വിഷയം മാറും. പ്രൈസ് ദി ലോർഡ്. ഉത്തമഗീതം 4:9 എൻ്റെ കാന്തേ, എൻ്റെ സഹോദരി, നിന്റെ കഴുത്തിലെ മാല കൊണ്ടും നിന്റെ ഒരു നോട്ടം കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ വശീകരിച്ചു. മാല വശീകരണ വസ്തു എന്നാണ് ഇവിടെ ശലോമോൻ പറഞ്ഞത്. പുള്ളി ഒന്നുമില്ലാത്ത ആളല്ല, സ്വർണ്ണ രഥം വരെ ഉള്ള ആളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കിട്ടിയില്ലേ ആർക്കും? എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപകരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ വശീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇതെന്തോ സാധനമാണ്? ഒരു വശീകരണ വസ്തുവാണ്. അതിലെ കെട്ടുമ്പോൾ താലി പിടിച്ചിട്ട് പറയുന്നേ. പിടിച്ചവരുണ്ടല്ലോ ഇവിടെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞവർ ചിലപ്പോൾ മറന്നുപോയി കാണും. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി തരാം. പ്രൈസ് ദി ലോർഡ്. അറ്റുപോകാത്ത ബന്ധത്തിൻ്റെയും നിത്യമായ സ്നേഹത്തിൻ്റെയും അടയാളമായി ഞാൻ ഈ താലി സ്വീകരിക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇലോക സമ്പത്തുകളെ ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നു. കെട്ടി വീട്ടിൽ വന്ന് 3 വെള്ളിയാഴ്ച എല്ലാം കൂടെ വലിച്ചു പൂച്ച് കൈ കൊടുത്തിട്ട് കൊണ്ടുപോടാ എൻ്റെ താലി. ഇതേ എൻ്റെ അപ്പൻ്റെ സ്വത്താ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
8 പവന്റെ ചെയിന് 4 പവനിട്ടവൻ ആദ്യം കെട്ടി. അതിനെ പൂച്ച കയ്യിൽ കൊടുത്തു. ഞാനും ഉണ്ടായിരുന്ന കല്യാണത്തിന്, കെട്ട് നടത്താനല്ല, ചാപ്പടടിക്കാൻ പോയതാ. പ്രൈസ് ദി ലോർഡ്. 4 പവൻ കൊണ്ടുവന്ന് കെട്ടി. 90 ആവണതിന് മുമ്പ് ഇതിനെ പൂച്ച അവൻ്റെ കൈ കൊടുത്തു. രണ്ടാമവൻ 6 പവനിട്ട് രണ്ടാമത് കെട്ടി. അതും പൂച്ച കൊടുത്തു. ഒരു പെണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത്. അതും പൂച്ച കൈ കൊടുത്തു. മൂന്നാമവൻ 8 പവനിട്ട് കെട്ടി. അവളതിനെ പതുക്കെ ഊരിയെടുത്ത് പൂക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മിക്കല്ലി വെച്ച് വെട്ടോത്തി കൊണ്ട് വെട്ടി നുറുക്കി പല പീസുകളാക്കി വാരി കൈ കൊടുത്തു. അവൻ പറയും, നിന്റെ കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റൂല. പാവം പോയി രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആളിപ്പ ഇല്ല കേട്ടോ, മരിച്ചുപോയി. അപ്പം കൊച്ചിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ തോന്നിയ അവസ്ഥയായിട്ട് ജീവിക്കുക. എന്താ കാരണം? ഈ പറഞ്ഞ വേദം കൊണ്ട് വല്ല ഗുണമുണ്ടോ? പാസ്റ്റർമാർ പറയും, സ്നാനപ്പെടാൻ വരുമ്പോൾ പറയും ആഭരണമൊക്കെ മാറ്റണം. അയ്യോ, ദൂരാൻ പറ്റൂല, അങ്ങേര് കെട്ടിയതാ. അങ്ങേര് കെട്ടി ഒപ്പുമിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോഴേ എല്ലാം ഊരി അവിടെ വയ്ക്കാൻ പറയും. വൈപ്പ് പല്ലെങ്കിൽ അതുവരെ ഊരി വച്ചിട്ടാണ് കയറ്റണത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ഊരി വയ്പ്പിച്ചിട്ടേ കയറ്റു. ഒരു പിന്നു പോലും ശരീരത്തിൽ വച്ചിരിക്കില്ല. അറിയാമല്ലോ, കയറിയ സഹോദരിമാരിവിടെ ഉണ്ട്. ഞാൻ ഉരുപ്പടി ഇട്ടുകൊണ്ടാണ് കയറിയത്. ഒരു അല്ലേലിയ പറഞ്ഞേ ഇല്ല, എനിക്കറിയാം ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കെട്ടിയ താലി അവിടെ ഊരി വച്ചു. ഇവിടെ ഒപ്പിട്ട് രജിസ്റ്ററില്ല, അവിടെയും ഒപ്പിട്ട് അവൾ ചത്താ കുറ്റമില്ല എന്ന്. മനസ്സിലായോ? എന്തായാലും അല്ലേലിയ പറയാത്തെ? പോയാ അല്ലേലിയൊക്കെ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിക്കുന്നവൻ മരിക്കേണ്ട വിധം മരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സ്നാനപ്പെടുന്നവൻ ആഭരണം ഒഴിവാക്കി തന്നെ സ്നാനപ്പെടണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ മരിക്കുമ്പോൾ നിങ്ങൾ ആഭരണം കൂടെ കൊണ്ടുപോകണം. ഓ, ഇനി ചിലര് പറയുന്നത് ഈ കള്ളൻ, യേശുവിൻ്റെ കൂടെ കള്ളൻ ഇല്ലായിരുന്നോ? ലൂക്കോസ് 23, 43, 44 വാക്യങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. ഒരു കള്ളൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, നീ ഞങ്ങൾ താഴോട്ടിറങ്ങുന്നില്ലേ ക്രൂശിന്ന്, ഞങ്ങളെ കൂടെ ഇറക്ക് എന്ന് പറഞ്ഞു. അടുത്തവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? എടാ മഹാഭാവി, നീ ഒന്നും മിണ്ടാതെ കടേ, നമ്മൾ കുറ്റം ചെയ്തോണ്ടല്ലേ നമ്മളെ ക്രൂശിച്ചത്. ഈ മനുഷ്യൻ നീതിമാൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഇവൻ എങ്ങനെ അറിയാം ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്തവനാണ് ക്രൂശി കിടക്കണമെന്ന്? അറിയാമോ? ഇവൻ രാജകള്ളനാ ഈ പറഞ്ഞവൻ. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ഈ ക്രൂസിന്റെ മൊഴി പറയുമ്പോൾ നല്ല കള്ളൻ എന്ന് പറയുന്നത്. എന്താ നല്ല കള്ളൻ എന്ന് പറയാൻ കാരണം? ഇവൻ ന്യായപ്രമാണം പഠിച്ച കള്ളനാ. അതുകൊണ്ട് ഇവൻ അറിയാം യേശു 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവൻ ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ, രാജാവായി വരുമ്പോ എന്നെ കൂടെ ഓർക്കണേ എന്ന് പറഞ്ഞു. ആര്? ഈ സ്നാനപ്പെടാത്ത കള്ളൻ. ചില പുള്ളികൾ ചോദിക്കില്ലേ, കള്ളൻ എവിടെ സ്നാനപ്പെട്ടെന്ന്? അവന്റെ സ്നാനത്തെ കുറിച്ചാ പറയാൻ പോണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കള്ളൻ സ്നാനപ്പെട്ടില്ല. കള്ളൻ നല്ല കള്ളനാ. വെള്ളിയാഴ്ച കേൾക്കാം നിങ്ങൾക്ക്. പള്ളിക്കകത്ത് കയറി പോകാൻ പെന്തക്കോസ്തർക്ക് പേടിയെങ്കിൽ വെളിയിരുന്ന് ബോക്സ് കൂടെ കേൾക്കാം. നല്ല കള്ളനെ കുറിച്ച് വന്ന് അവിടെ പ്രസംഗിക്കും ഏകമുഖി പറയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. എന്താ ഇവൻ നല്ല കള്ളൻ എന്ന് പറയാൻ കാരണം? യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചതും എന്നെ ഓർക്കണം. യേശു രാജ്യത്വം പ്രാപിച്ചൊരു നീ കള്ളൻ എങ്ങനെ അറിയാം? മോട്ടിച്ച് കവിത്തു മറുത്ത് മാലയും പൂച്ച് കമ്മലും പൂച്ച് നടക്കണവനറിയാമോ? ഇവൻ ന്യായപ്രമാണം പഠിച്ചവന്. ഉൽപ്പത്തി 49:10 എഴുതിയിട്ടുണ്ട്, അധികാരമുള്ളവൻ വരുവോളം ചെങ്കോൽ നീങ്ങിപ്പോവുകയില്ല, രാജദണ്ഡവന്റെ കാലുകളുടെ നീങ്ങിപ്പോവുകയില്ല. അപ്പൊ അധികാരമുള്ളവൻ വരും. യേശു 1000 ആണ്ട് ഭൂമിയെ ഭരിക്കാൻ വരുമെന്ന് അവനറിയാം. ദാനിയേൽ പ്രവചനം 2:44 എഴുതിയിട്ടുണ്ട്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം എന്നേക്ക് നിലനിൽക്കുന്ന രാജ്യത്വം സ്ഥാപിക്കും. അത് മറ്റൊരു ജാതിക്കും ദൈവം കൊടുക്കൂല.
വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കുള്ളതാ അത്. പ്രൈസ് ദി ലോർഡ്. അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളൊക്കെ ഭൂമിയെ ഭരിക്കും, രാജാക്കന്മാരായിരിക്കും. ദാനിയേൽ 7:27 പറയുന്നുണ്ട്, പിന്നെ രാജ്യത്വവും സകല രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായ വിശുദ്ധന്മാർ ജനത്തിന് ലഭിക്കും. നേരെ ജീവിച്ച നിങ്ങളൊക്കെ ഓരോരുത്തർ രാജാക്കന്മാരായി തിരികില്ലേ, നരകത്തിലേ പോകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഈ കള്ളനറിയാം യേശു രാജാവായി വരുമെന്ന്. മറിയയുടെ അടുത്തും ദൂതൻ പറഞ്ഞില്ലേ, അവൻ അത്യുന്നതന്റെ മകനാവും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. വായിച്ചിട്ടില്ലേ ഇതൊന്നും? വല്ലപ്പോഴും ബൈബിൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിക്കുന്നവൻ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. കള്ളനോട് കർത്താവ് പറഞ്ഞെന്നറിയാമോ? ഇന്ന് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം, ബൈബിളിലുള്ളത് അങ്ങനല്ല. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനല്ല. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അങ്ങനല്ല. എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവർ, അറിവുള്ളവരിക്കും അവരോട് തന്നെ ചോദിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യം ട്രാൻസ്ലേഷനിൽ അല്പ തെറ്റുണ്ട്, ട്രാൻസ്ലേഷനിൽ അല്പ വ്യത്യാസമുണ്ട്. യേശു പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു പറഞ്ഞത് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ നീ കള്ളം തന്നെ. ഞാൻ പർദീസയിൽ പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഇരിക്കും, അതുവരെ നീ നരകത്തിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശ്വാസം, വസ്തുവില്ലാത്തവർക്ക് വസ്തുവിന്റെ പ്രമാണം കാണൂല. വസ്തുവിന്റെ പ്രമാണം ഉള്ളവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നും രണ്ടു പേർക്കേ പ്രമാണമുള്ളൂ, ഇല്ലാത്തവർക്കില്ല. ഇതുപോലെയാണ് വിശ്വാസികൾക്കൊരു പ്രമാണം ഇല്ല. അതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസമില്ലാത്തവന് പ്രമാണമുണ്ട്, അതാണ് വിശ്വാസ പ്രമാണം. അവ എല്ലാ വിഷയം പറയും. കർത്താവേ, നീ മരിച്ചു, പാതാളത്തിലിറങ്ങി, പാതാളത്തിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലോട്ട് പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ഇനി ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവരെയും വിധിപ്പാൻ വരും. പറയൂലേ നിങ്ങളൊക്കെ? അത് തെറ്റാതെ പറയാൻ അറിയാന്നുള്ള എത്ര ഉണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അമ്പാ, അപ്പം ആരും വന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വിശ്വാസം ഇല്ലാത്തവൻ പറയണ പ്രമാണമാണ് വിശ്വാസ പ്രമാണം. ഞാൻ 22 വർഷം കത്തോലിക്കലായിരുന്നു കേട്ടോ. കുറേ എണ്ണത്തിനെ കുറിച്ച് വരയ്ക്കാനും കുറേ എണ്ണത്തിന് ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ചവനാണ് ഞാൻ. അതിൽ നിന്നാണ് പിന്നെ ഈ പെന്തക്കോസ്തിലോട്ട് വന്നത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം നല്ലവണ്ണം പഠിക്കാനും പഠിപ്പിക്കാനും പറയാനും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ യേശു മരിച്ചെവിടെ പോയെന്നാ വിശ്വാസ പ്രമാണം പറയുന്നത്? വായിച്ചോ, കേട്ടോ? അവൻ മരിച്ചു, പാതാളത്തിലിറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർന്നേറ്റു. കള്ളൻ എവിടെ പോയി? സ്നാനപ്പെടാത്ത കള്ളൻ എവിടെ പോയി? യേശുവിനോട് കൂടെ അവനും പാതാളത്തിൽ പോയി. ഇവിടെ 4 ദിവസം പ്രസംഗമുണ്ട്, പാതാളത്തിൽ 3 ദിവസം പ്രസംഗം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ള കാര്യമാണ് അവന്മാര് പറയണമെന്ന്. ഹല്ലേലൂയ. ബൈബിളൊന്ന് വായിച്ചേ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. നീതിമാനായ ക്രിസ്തു നീതി കെട്ടവരായ നമ്മെ ദൈവത്തോട് ചേർക്കേണ്ടതിന് പാപം നിമിത്തവൻ മരിച്ചു. പണ്ട് നോഹയുടെ കാലത്ത് ദൈവം പെട്ടെന്നൊരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. തടവിൽ കഴിഞ്ഞ ആത്മാക്കളോട് എൻ്റെ യേശു അവിടെ സുവിശേഷം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? ഒന്ന് വായിച്ചേ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു.
മരണശിക്ഷ ഏൽക്കുകയും ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിടെ പോയേ? പർദീസയിലോട്ടാണ് പോയേ? അല്ല, നരകത്തിലോട്ടാ പോയേ. ഇനി ചിലരൊക്കെ ഒരു ചിന്തയുണ്ട്, നരകം എവിടെയാണെന്നല്ലേ? മണ്ണിന്റെ അടിയില. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നരകത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം. ഇറാഖിലാണത്. ഇറാഖില് കണ്ണാടി വെച്ച സഹകരിച്ചിരിക്കുന്നു. യൂഫ്രട്ടീസ് നദിയുടെ അടിയിലാണ് നരകം. വെളിപ്പാടിലത് എഴുതിയിട്ടുണ്ട്. 9:14 തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യൂഫ്രട്ടീസ് എന്ന മഹാനദീരത്തിൽ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അയച്ചുവിടാൻ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എൻ്റെ അടിയിൽ നമ്പറെന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സമയമില്ല, അങ്ങോട്ട് പോകണ്ട നരകത്തിലോട്ട്. ബാക്കി മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ജോസിൻ്റെ നമ്പർ എന്നെ വിളിച്ചാൽ ഞാൻ റെഫറൻസ് പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂഫ്രട്ടീസ് നദി എവിടെയെന്ന് ചോദിച്ചാൽ ഇറാഖിലൂടെ ഒഴുകുന്നത്. അതിൻ്റെ അടിയിലാണ് നരകം. സാത്താൻ്റെ നരകം അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു നരകത്തിൽ പോയപ്പോ കള്ളനെയും കൂടെ കൊണ്ടാ പോയേ. അവിടെ യേശു 3 ദിവസം പ്രസംഗിച്ചു. 3-ാം ദിവസം അവിടെ നിന്ന് ഭൂമിയുടെ മേളി വന്നു, ഉയർത്തെഴുന്നേറ്റു. കള്ളനെ മേളി കൊണ്ടുവന്നില്ല. കാരണം കള്ളനെ പിന്നെ ആരും കണ്ടില്ല. യേശുവിനെ കണ്ടു. 9 പേര് കണ്ടു ലേഖനങ്ങളിൽ. 500ഓളം പേർ ലേഖനത്തിൽ കാണുവാനിടയാവുന്ന വരുന്ന ലേഖനത്തിൽ. സുവിശേഷത്തിൽ 9 പേര് കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ശേഷു 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ സ്വർഗത്തിലോട്ട് പോയേ. ഹല്ലേലൂയ. അതുകൊണ്ട് കള്ള എവിടെ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ കൂടെ അവൻ മരിച്ചു. യേശുവിൻ്റെ കൂടെ പാതാളത്തിൽ പോയി. യേശുവിൻ്റെ കൂടെ പ്രസംഗം കേട്ടു. യേശുവിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ഭാഗ്യം നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ സ്നാനപ്പെടണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ പറയാം സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഈ ആഭരണം ഇട്ട് മുങ്ങുന്ന പുള്ളികളും നോക്കിക്കൊണ്ട് ഇപ്പം വില കൂടിയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ആഭരണത്തിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് മാറ്റും. മാല ഊരാൻ എളുപ്പമാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ, നിങ്ങൾ നാളെ വണ്ടി പോകണവരെ കഴുത്തി നൂരും. നല്ല ഇതായിട്ട് കാണിച്ചു തരുന്നത്. മാല ഇങ്ങനെ ഫ്രണ്ടിലല്ലേ ഇങ്ങനെ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വഴി ചോദിക്കാൻ പോകണമെന്ന് ഞാൻ കേട്ടുകൂടാത്ത രീതി ഇങ്ങനെ പോകും. സൗരി ഈ അഡ്രസ്സ് ഒന്ന് നോക്കൂ, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കുറച്ചിങ്ങനെ അണഞ്ഞു വരും. അണഞ്ഞു വരുമ്പോൾ എന്താണെന്നറിയാമോ? ഈ കൈ ഇങ്ങനെ ഒറ്റ കയറ്റി മറിക്കുമ്പോൾ സംഗതി മുടിയിൽ മീതെ കൂടെ സംഗതി ഇതറെ പോവും. യമം കൊണ്ട് പോവുകയും ചെയ്യും. ഈ ബാക്കിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഈ മുടി മൊത്തം കവർ ചെയ്ത് മറിച്ചാലേ സാധനം എടുക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ഈ കള്ളന്മാർ മോട്ടിക്കണെന്ന് അറിയാമോ? ഇവിടെ കള്ളന്മാരില്ലാത്തതുകൊണ്ട് കർത്താവ് വെളിയിൽ നിന്ന് ഇറക്കുക. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക കള്ളന്മാരെ. കബഡിയാടി കിടന്ന കാറെടുത്തോണ്ട് പോകാൻ ഡൽഹിയിൽ നിന്ന് ആള് വന്നത് കള്ളായി. പ്രൈസ് ദി ലോർഡ്. ഏബ്രാം പറഞ്ഞപ്പോൾ ഒരിക്കൽ പറഞ്ഞു, തിരുവനന്തപുരത്ത് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിന്ന് വരുമെന്നു. പ്രൈസ് ദി ലോർഡ്. ഏബ്രാം പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ഇതുപോലെയാണ് ദൈവത്തിന് സ്തോത്രം. കബഡിയാടി കിടന്ന കാറെടുക്കാൻ ഡൽഹിയിൽ നിന്ന് വണ്ടി ചക്കർ വന്നു. ഇവിടെ ആ പട 28 കാറാണ് ഇന്ത്യയിൽ ഇറങ്ങിയത്. അതിലൊന്നാ ഇവിടെ വെള്ളയമ്പലത്ത് കിടന്നത് കബഡിയാറിൽ. അതാണ് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഇതുപോലെ കള്ളന്മാരെ വെളിയിൽ നിന്ന് ഇറക്കുകയാണ്. കർത്താവ് ഇറക്കുന്നത്. അപ്പം അവന് വില കൂടി. സൂക്ഷിച്ചോളണം സഹോദരിമാരെ. വായിക്കുക. യെഹെസ്കേൽ പ്രവചനം 7:21. അവിടെ എഴുതിയിട്ടുണ്ട്, കർത്താവ് അത് അന്യന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പം നിന്നെ കൊള്ളയടിച്ചോണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. എടുത്തില്ല ആരും. ഞാൻ അതിന് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. എത്ര എണ്ണത്തിന് കഴുത്തറുത്ത് കൊന്നിട്ട് ഊരിക്കൊണ്ട് പോണ്? അന്യന്മാർ കൊല്ലൂല, ഊരിക്കൊണ്ട് പോവേ ഉള്ളൂ. ദുഷ്ടന്മാർ കൊന്നെടുത്തോണ്ട് പോകും. അത് അവിടെ 2 വിധം പറഞ്ഞിരിക്കുന്നത്, അന്യനും ദുഷ്ടനും. പ്രൈസ് ദി ലോർഡ്. ഊരിയെടുക്കണവനും കൊന്നുകൊണ്ട് പോകണവനും സൂക്ഷിച്ചോളണം. അതുകൊണ്ട് ഇപ്പം സഹോദരിമാരൊക്കെ എന്തെന്നറിയാമോ? ഈ മാല പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടി ഈ മാലയും കൂടെ ഉരുക്കി ചേർത്ത് മൂക്കുത്തി ഉണ്ടാക്കി കമ്മലും ഉണ്ടാക്കിയിടും. പെട്ടെന്ന് പൂച്ചോണ്ട് പോകാൻ ആക്കൂലല്ലോ. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ കാതി കിടക്കണ്ടിട്ടില്ലേ? ഇങ്ങനെ ബോഞ്ചിക്കകത്ത്
പ്രൈസ് ദി ലോർഡ്. കുണ്ടളം എന്ന് പറയും സാധനത്തിന്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ പല അമ്മച്ചിമാർക്കും ഉണ്ടായിരുന്നത് ഈ കുണ്ടളം എന്ന് പറഞ്ഞ സാധനം. ഹല്ലേലൂയ. അവരിങ്ങനെ നടക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. കാതെല്ലാം ഇങ്ങനെ പടിഞ്ഞ് തൂങ്ങി. ഇതുപോലെ ഇനിയിപ്പോ സ്വർണ്ണവില കൂടുമ്പോൾ സഹോദരിമാര് ഇപ്പം മൂക്കുത്തിന്റെ ഒരു സൈഡിലാണ് കുത്തുന്നത്, രണ്ട് സൈഡിലും കുത്തിയിടും. വെയിറ്റ് കൂടും, വില കൂടും. അപ്പോൾ സ്വർണ്ണം ഇത്ര പാവം കിടക്കണമെന്നല്ലേ ഉള്ളൂ. അതെങ്ങനെ കിടക്കണമെന്നൊന്നുമില്ല. കാത് ഇവിടെയാണ് ഇപ്പം സാധാരണ കുത്തുന്നത്. ഇപ്പം ചില ഭ്രാന്തുള്ള പിള്ളേരുണ്ടല്ലേ, ഇവിടെ മുതൽ ഇങ്ങറ്റം വരെ കുത്തിയിരിക്കും. അത് ഉറേസിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഒറീസയിലൊക്കെ നിങ്ങൾ പോയി അങ്ങനെ ഒരുപാട് കുത്തിയ പിള്ളേരെ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കള്ളന്മാർ വന്നാൽ പെട്ടെന്ന് ഊരിക്കൊണ്ട് പോകില്ലല്ലോ. ഊരുവോ? നൈജീരിയെന്ന് കള്ളന്മാർ വന്ന് വെള്ളേമ്പലത്തെ ATM-ൽ ഫോട്ടോ കൊണ്ട് വച്ചു. ആ ജംഗ്ഷനിൽ ബോംബെന്ന് പൈസ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഊരാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇത് അറുത്തെടുത്തോണ്ട് പോകും. എന്ത് ചെയ്യും? അറുത്തെടുത്തോണ്ട് പോകും. ഉണ്ടോ ബൈബിളിൽ? എഹെസ്കേൽ 23:25. അന്നാളിൽ അവർ സ്നേഹത്തോടെ വരുമെന്നല്ല എഴുതിയിരിക്കുന്നത്, മഹാക്രോധത്തോടെ വരും. ഞാൻ എൻ്റെ തീഷ്ണത രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവവൈതലിന് നേരെ ദൈവം ജ്വലിപ്പിക്കും. ദുഷ്ടായി നേരത്തെ നമ്മൾ വായിച്ചില്ലേ 7:21. ദുഷ്ടായി ഇവൻ സ്നേഹത്തോടെ നിന്റെ അടുത്ത് വരുമെന്നല്ല, മഹാക്രോധത്തോടെ വരും. പെരുമാറും. എന്താ പെരുമാറുന്നത്? വായിച്ചേർത്ത്. മൂക്കുത്തി ഊരാൻ നേരം കാണൂല. കാരണം ഇതിന്റെ ഈ ബട്ടണേ, മറ്റേ ഈ തിരിക്കണ സാധനം അകത്തല്ലേ ഇരിക്കണേ, വിരളയായിട്ട് തിരിക്കെടുക്കാനുള്ള സമയം കിട്ടൂല. അതുകൊണ്ട് അവൻ വന്നെന്ത് എന്നറിയാമോ? കള്ളം വാഴക്കൊല വെട്ടുന്ന പോലെ ഒറ്റ വെട്ട് രണ്ട് സൈഡും കൂടെ. അപ്പോൾ ചെവിയും അറ്റിപ്പോവും, മൂക്കും അറ്റിപ്പോവും. വായിച്ചെടുത്ത്. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. ഇത് രണ്ടും പോയാൽ പിന്നെ എങ്ങനെ ഇരിക്കും? ഇപ്പോഴേ ചോദിക്കണ കമ്മലും ഊരി പാസ്റ്റർ ഈ ചെയിന് ഊരിയ പിന്നെ എങ്ങനെ ഇരിക്കും? മോരയില്ലാത്ത കന്നാലി പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം? വേണം. മൂക്കും ചെവിയും ഇല്ലെങ്കിൽ മീൻ ചട്ടി കമത്തിയോലിരിക്കും നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ പാസ്റ്ററേ? ഈ മൂക്കും ചെവി കണ്ണൊക്കെ അല്ലേ മനുഷ്യന് സൗന്ദര്യം കൊടുക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അതാ പറഞ്ഞത്. ആമോസ് 8 വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിൻ്റെ 10-11 വാക്യം എഴുതിയിട്ടുണ്ട്. അന്നാളിൽ സകല മുഖത്തെയും ലജ്ജിപ്പിക്കും, എല്ലാ തലയും കശണ്ടിയാകും, എല്ലാ മുഖവും ലജ്ജിക്കും. ഇപ്പൊ പെൺപിള്ളേർക്ക് ഉള്ള മുടി പോലും വെട്ടിക്കളഞ്ഞ് മുട്ടയടിച്ച് നടക്കണം. ആണേത് പെണ്ണേന്ന് അറിഞ്ഞൂടാ. പിന്നെ വേഷം. ഞാൻ ഇടയ്ക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ മോൻ പാൻറ് ഇട്ടുകൊണ്ടിരിക്കുന്നു, അമ്മ നിക്കറിട്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി പറയണില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? കഴിഞ്ഞ 100 വർഷത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ മാറുമറച്ച് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. രാജാവിന് കരം കൊടുക്കാനില്ലാത്ത നെഞ്ചറുത്ത് കൊടുത്തൊരു സ്ത്രീയുണ്ട്. ആ സ്ഥലത്തിന് ഇന്ന് മാമോ എന്നാ പറയുന്നത് നമ്മുടെ കേരളത്തില്. ഇന്നോ പാവപ്പെട്ട മിഷനറിമാർ ഇവിടെ വന്ന് പട്ടിണി കിടന്ന സുവിശേഷം വിളമ്പി. ഇവരെല്ലാം സുവിശേഷം അറിഞ്ഞു, വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ 21-ാം നൂറ്റാണ്ടിൽ സുവിശേഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരതരായി. ഇനി എങ്ങനെ ഇതിൻ്റെ അളവ് കുറയ്ക്കാമെന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അവിടെ കയറി ഇവിടെ കയറി അങ്ങ് കുഞ്ഞു എത്താത്തത് കിട്ടുകൊണ്ട് നടക്കുന്ന കണ്ടിരിക്കും പിള്ളേര്. പ്രൈസ് ദി ലോർഡ്. നേരെ ചൊവ്വ പെന്തക്കോസിൽ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. ഹല്ലേലൂയ. അപ്പോ ക്രിസ്തുവിൽ മരിക്കുന്നവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടേണ്ട വിധം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടേണ്ട വിധം സ്നാനപ്പെടണം. മുക്കുന്ന പാസ്റ്റർമാര് ഇവൻ നേരെ ചാവാത്തവനെ മുക്കരുത്. പ്രൈസ് ദി ലോർഡ്. നേരെ ചാകാത്തവനെ മുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തിനായി മുങ്ങണേ? പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചില്ലേ 6:3. എന്തിനാ മുങ്ങണേ? മുങ്ങി സ്നാനപ്പെടാത്തവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കില്ല. ഇനി ഏത് സെൻട്രൽ പാസ്റ്റോ നല്ല ആൾക്കാരും ഇവിടെ ഉയർത്തേക്കില്ല.
എൻ്റെ ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെയൊക്കെ ബൈബിളിലുണ്ടോ എന്ന് അറിയാൻ ഒക്കില്ല, എന്തായാലും നോക്കാം നമുക്ക്. കൊലോസ്യ ലേഖനം 2:12 വാക്യം ഒന്ന് വായിച്ചേ. കൊലോസ്യ 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും, പെട്ടെന്ന് സമയം പോയി. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം? ക്രിസ്തുവിൽ മരിക്കുന്നവനെ ഉയർപ്പുള്ളൂ. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പോലെ അവൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ മരിച്ചവനെ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് എല്ലാവരും ഉയർത്തെഴുന്നേക്കുമെന്നാണല്ലേ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കില്ല. 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 15-ാം അധ്യായത്തിൻ്റെ 51-52 വാക്യം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അയച്ചേ 50-52. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എൻ്റെ ആരംഭം എന്നാ കേട്ടോ നിങ്ങൾ? നാം എല്ലാവരും നിദ്ര കൊള്ളുക ഇല്ല. അപ്പൊ കുറച്ചുപേരെന്ത് ചെയ്യും? നിദ്ര കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാഹളം കേൾക്കുമ്പോഴേ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി 27:52. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ, ഇനി ശ്രദ്ധിക്കണേ, കുറച്ച് വായിക്കുകയാണ്. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ്. എല്ലാം ഉയർത്തെഴുന്നേറ്റില്ല, പലതും ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ചിലതൊന്നും ഉയർത്തെഴുന്നില്ല, അവിടെ കിടക്കുകയാണ്. ഏതായി കിടക്കണത്? ഏത് ജയിച്ചതേത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, മനുഷ്യർ കുറേ പേര് ഇവിടെ വിശുദ്ധന്മാരെ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ കുറേ പേര് ഇവിടെ വിശുദ്ധന്മാരായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ വിശുദ്ധന്മാരുള്ളത് നേരത്തെയുള്ള ഞങ്ങളുടെ ഗ്രൂപ്പുകാർക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നാളെ മറ്റന്നാളൊക്കെ ഉള്ളതാണ് ഇവിടെ യോഗ. ലാസ്റ്റ് ദിവസമെങ്കിൽ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മനുഷ്യർ നിയമിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട് ഇവിടെ. എന്നാൽ ദൈവനിയോഗത്താലുള്ള വിശുദ്ധന്മാരും ഉണ്ട്. ശ്രദ്ധിക്കണം, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ലോകം നമ്മളെ അറിയും. ലോട്ടറി എടുത്തിട്ട് എല്ലാ ലോകത്തിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ലോകം നമ്മളെ അറിയൂലേ? അറിഞ്ഞില്ലേ? നമ്മളെങ്കിലും അറിയല്ലോ. ഞാൻ അമേരിക്കയിൽ പോയിട്ടെന്ന് പറയാൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗം അറിയുന്ന വിശുദ്ധന്മാരുണ്ട്. ഹല്ലേലൂയ. സ്വർഗം അറിയുന്ന വിശുദ്ധന്മാരുണ്ട്. നിങ്ങളിപ്പോൾ എന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ടോ? മീശയൊക്കെ എടുത്ത് വെള്ളം കേട്ട് അങ്ങനെ ഒരു വിശുദ്ധൻ തന്നെ. ദൈവത്തിന് എനിക്കല്ലേ അറിയാം ഞാൻ വിശുദ്ധനാണോ എന്ന്. പ്രൈസ് ദി ലോർഡ്. കാഴ്ചയിൽ ഒരു മനുഷ്യനെ തൂക്കി അവൻ്റെ വിലയിടരുത്. സ്വർഗമാണ് വിലയിടാൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ട
വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ജീവനോടിരിക്കും നമ്മൾ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഉയർത്തെഴുന്നേക്കണോ വേണ്ടെന്ന് തീരുമാനിക്കണ ദൈവവും തൻ്റെ പുത്രനുമാണ് തീരുമാനിക്കുന്നത്. നമ്മളല്ല, സെൻട്രൽ പാസ്റ്റർമാരല്ല, ഇവിടുത്തെ ഉപദേശിമാരല്ല, പട്ടക്കാരല്ല, ബിഷപ്പല്ല, പോപ്പുമല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ, യോഹന്നാൻ 5:21. അത് തന്നെ, പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്നത് പോലെ, ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ഉയർപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരും ഉയർത്തെഴുന്നേക്കൂല. യേശുവിൻ്റെ കാലത്ത് ആരെല്ലാം മരിച്ചാണ്? 3.5 വർഷത്തിനകത്ത് അവിടെ 3 പേരെ മരിച്ചുള്ളൂ. ഞായറാസിൻ്റെ മോളും ഈ വിധവേരെ മോനും ലാസർ മാത്രമേ മരിച്ചുള്ളൂ. ഇല്ല, ഒത്തിരി പേര് അവിടെ മരിച്ചു. യേശു 3 പേരല്ലേ ഉയർപ്പിച്ചുള്ളൂ, അല്ലേ പാസ്റ്ററേ? യേശു 3 പേരെ ഉയർപ്പിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഉയർത്തെഴുന്നേൽക്കുന്ന സന്തോഷിക്കൊന്നും വേണ്ട. നേരെ ചൊവ്വെ പോയാൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ പറയൂ. അല്ല, പെന്തക്കോസിൽ പോയെന്ന് കൊണ്ട് ഇവർക്കൊന്നും യാതൊരു സർട്ടിഫിക്കറ്റും ബൈബിൾ തരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നേരെ ജീവിച്ച ഉയർക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വായിക്കുന്നു, ക്രിസ്തുവിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് നാം രൂപാന്തരപ്പെടും. എങ്ങനെയാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. വേഗം, സമയമില്ല. നമ്മൾ ഈ ശരീരത്തോടുകൂടെ അല്ല മുകളിലോട്ട് പോണത്. എങ്കിൽ പിന്നെ ഭയങ്കര അലർജി ആയിരിക്കും ആൾക്കാർക്ക്. അടുത്തൊക്കെ ഒരാൾ വന്നിരിക്കുമ്പോഴേ നമുക്കറിയാമല്ലോ, ഇപ്പം പെന്തക്കോസ്തർക്ക് ഇപ്പോൾ അലർജി ഉണ്ട് എന്നുള്ളതിന് ഉറപ്പ് ഞാൻ ഒരു കാര്യം പറയാം, 100 കാര്യം പറയാണ്ട് ഒന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഒരു 30 കൊല്ലത്തിന് മുമ്പുള്ള പെന്തക്കോസ്തർക്കൊക്കെ തിരുവത്താഴത്തിന് ഒരു ക്ലാസ് ആയിരുന്നു. ഒരപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ അംശികളും. ഇപ്പോൾ പള്ളിയിൽ ആൾ കൂടി കളറൊക്കെ മാറി വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഗ്ലാസിൻ്റെ എണ്ണം മാറ്റി. ഇപ്പം ആൾ കോരെ ഗ്ലാസ്സാണ് കൊടുക്കണേ, അല്ലേ പാസ്റ്ററേ? പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? തൊലിയിലെ കളറ് മാറി ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അവൻ കുടിക്കണ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ കുടിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാ ഈ കള്ളറോടും ഈ വേഷത്തോടും അല്ല നമ്മൾ മേളിലോട്ട് പോണത്, ഓർത്തോളണം. എങ്കിൽ അവിടെ ചെല്ലുമ്പോഴും തള്ളം പിടിച്ച് അപ്പുറത്തിരിയടാ ഒരു തള്ളു ഇവനെ. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയായിരിക്കും പോണേ? ഫിലിപ്പിയ ലേഖനം 3:21 പറയുന്നു, ദൈവത്തിന് സ്തോത്രം, തനിക്ക് സകലത്തെയും കീഴ്പ്പെടുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടുകൂടെ അനുരൂപമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. വായിച്ച് മറ്റൊരാള് 1 യോഹന്നാന്റെ ലേഖനം 3:2 വായിച്ച് മറ്റൊരാള് മത്തായിയുടെ സുവിശേഷം 17 1-2 വായിച്ച് വേഗത്തിൽ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന. ഇവിടെ ഇതാ പറയുന്നു 3:21 അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോടു കൂടെ അനുരൂപമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ യേശുവിന്റെ അനുരൂപമായ ശരീരം? നമ്മൾ വീടുകളിൽ കാണുന്നില്ല, ചില വീടുകളിൽ പോകുമ്പോൾ ഒരു താടിക്കാരൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത്. ഇത് യേശു എന്നാണ് പറയുന്നത്, ചുമ്മാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ താടിക്കാരൻ്റെ ഫോട്ടോ കാണും ചിലപ്പോൾ. 1985-86 കാലഘട്ടങ്ങളിൽ ഒരു കലണ്ടർ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്തൊരു താടിക്കാരൻ ഉണ്ടായിരുന്നു, യേശു. ഒരു സൈഡ് മീശ ഇങ്ങനെ ഒയ്യുന്നായിരുന്നു എൻ്റെ. ഞാൻ വ്യക്തമായിട്ട് കണ്ട കാര്യമാണ്. ഞാൻ അന്നൊരാളോട് ചോദിക്കുകയും ചെയ്ത്, എന്താ യേശുവിൻ്റെ ഒരു സൈഡ് മീശ ഒയ്ത്തി വെച്ചിരിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ഗ്രൂപ്പെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് യേശു.
യേശുവിന് ബൈബിളിൽ 3 രൂപ പറയുന്നുള്ളൂ. ഒന്ന് യെശയ്യാപ്രവചനം 52:13-14 വാക്യം വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമായി തകർക്കപ്പെട്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. 2 വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട യേശു, അവൻ്റെ കാല് ഉലയിൽ ചുട്ട് പതിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം, അവൻ്റെ വസ്ത്രം ഹിമത്തെ പോലെ വെണ്മയായിരുന്നു, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു, അവൻ്റെ കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്തതായിരുന്നു. ആ യേശുവിൻ്റെ ഫോട്ടോ എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇനി പത്രോസ് യോഹന്നാൻ കണ്ട ഒരു യേശു ഉണ്ട്. മത്തായി 17:1-2-3. താബോർ മലയിൽ യേശു പോയി, അവിടെ വച്ചവൻ രൂപാന്തരപ്പെട്ടു. ഏലിയാവും മോശയും അവനോട് സംസാരിച്ചു. യേശുവിൻ്റെ മുഖവും ശരീരവും വെളുത്ത വെണ്മയായി, അവൻ്റെ മുഖം സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. ആ യേശുവിനെയാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ കണ്ടത്. രൂപാന്തരപ്പെട്ട യേശു. ദൈവമക്കൾ ഈ യേശുവിനെ പോലെയാകും. 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷനായിട്ടില്ല. യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ യേശു ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് കൂടെ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. 3 മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 31-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 34-35 വാക്യം. വേഗം സമയമില്ല. അനന്തരം വെളിപ്പാട് 4:1. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ഞാൻ കണ്ടു. യോഹന്നാൻ, മേലാ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവസഭയെ വിളിക്കുക, ദൈവത്തിന്റെ കാഹളം മധ്യാകാശത്തിലേക്ക്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. മത്തായി 24:31. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവൻ അവന്റെ വൃതന്മാരെ കർത്താവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ, ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷേകമുള്ള ദൈവമക്കളെ, സ്വർഗീയ ഭാഷയുള്ള ദൈവമക്കൾ, അവന്റെ വൃതന്മാർ, അവരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും മഹാകാഹളമൂതി മധ്യാകാശത്തിലേക്ക് ചേർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് 17:34. അന്ന് 2 പേർ ഒരു കിടക്കമേലായിരിക്കും, ഒന്നിനെ എടുക്കും, ഒന്നിനെ കളയും. പ്രൈസ് ദി ലോർഡ്. 2 പേർ വയലിൽ പണിയെടുത്ത് നിൽക്കും, ഒന്നിനെ എടുക്കും, ഒന്നിനെ ഉപേക്ഷിക്കും. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒന്നെടുക്കും, ഒന്ന് ഉപേക്ഷിക്കപ്പെടും. എന്താ കാരണം? ഭർത്താവ് പള്ളി പോവും, ഭാര്യ പള്ളി പോവില്ല. ഭർത്താവ് സ്നാനപ്പെടും, ഭാര്യ ഊരില്ല. ഓ, എങ്ങനെയാ പാസ്റ്ററേ? പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ സ്നാനപ്പെടാൻ പറ്റൂല, പുള്ളി ചത്തിട്ട് ഞാൻ സ്നാനപ്പെടാം. അവൻ ചാവേയില്ല, ഇവള് ഗുണപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ പോവും, അവൾ അവിടെ കിടക്കും. ഹല്ലേലൂയ. ഇതാ 2 പേര്, ഒന്ന് പോവും, ഒന്ന് പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിശുദ്ധന്മാരുടെ കല്ലറകളെല്ലാം തുറക്കൂല, സ്വർഗം അംഗീകരിച്ചവന്റെ കല്ലറ തുറക്കും, മറ്റത് അവിടെ കിടക്കും. ഹല്ലേലൂയ. പെന്തക്കോസ്തി പോയെന്ന് പറഞ്ഞ് രൂപാന്തരപ്പെട്ട് പോവൂല, ഇവിടെ കിടക്കും. പാസ്റ്റർമാരും കാണും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ മേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. 2 രാജാക്കളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ
രണ്ടാമത്തെ ദിവസം 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ 8 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എലീശയും ഏലിയാവും കൂടെ യോർദാൻ നദി കടന്നു. ദൈവത്തിന് സ്തോത്രം. എലീശ പുതപ്പ്, ഏലിയാവ് പുതപ്പ് കൊണ്ട് യോർദാനിൽ അടിച്ചു, 2ആയി പിളർന്നു. അവരക്കരെ കയറി. ഏലിയാവിനും എലീശയും തമ്മിൽ ദൈവം വേർപെടുത്തി ചുഴലിക്കാറ്റിൽ അഗ്നിരഥങ്ങൾ വന്നു. അവർ സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 9, 10, 11, 12 വാക്യത്തിൽ ഇവിടെ കയറി വരിക എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അവർ മേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവൻ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനൊടിക്കുന്നവൻ രൂപാന്തരപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ പൈതലങ്ങു സ്വർഗമണിയറയിൽ കർത്തനോടു കൂടെ വാസം ചെയ്യും. ദൈവത്തിൻ പൈതലങ്ങു സ്വർഗമണിയറയിൽ കർത്തനോടു കൂടെ വാസം ചെയ്യും. എൻ്റെ കഷ്ടതയെല്ലാം തീർന്നു കണ്ണീർ തുടയ്ക്കുന്ന ഭാഗ്യ ദിവസമത്. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കരനായ വിധി വന്നിടുമേ. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കരനായ വിധി വന്നിടുമേ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിൻ വിശപ്പു തന്നെ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിൻ വിശപ്പു തന്നെ. അന്നു യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴുമേ. അന്നു യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴുമേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ പറന്നുയരും. യെശയ്യാവ് 30-ന്റെ 31, 40-ന്റെ 31, 32, 30, 31 വാക്യം പറയുന്നു. അന്നാളിൽ യൗവനക്കാരും ഇടറി വീഴും. പ്രൈസ് ദി ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവരു ശക്തി പുതുക്കി കഴുകന്മാരെ പോലെ പറന്നുയരും. കാത്തിരിക്കുന്നവൻ അവൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കും. ഇന്ന് രാത്രി വചനം കേട്ട ദൈവമക്കളെ, അന്ത്യകാഹളത്തിങ്കിൽ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ കാലഘട്ടത്തിൽ യേശു വന്നാൽ, ഹല്ലേലൂയ, കാഹളം മുഴങ്ങുമ്പോൾ നീ എടുക്കപ്പെടുമോ? ഇന്ന് രാത്രി തന്നെ ശോധന ചെയ്യുക. തിരുവത്താഴ് ശുശ്രൂഷയിൽ നാം പറയുന്നൊരു പദമുണ്ട്, തന്നെത്താൻ ശോധന ചെയ്ത് അപേക്ഷിച്ചാൽ രോഗികളും ബലഹീനരുമായി നിദ്ര പ്രാപിക്കും. ഇന്ന് രാത്രി വചനം കേട്ടിട്ട് കാര്യമില്ല, പള്ളി പോയിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ കാഹളത്തിങ്കൽ നീ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ, കാഹളത്തിങ്കൽ നീ ഉയർത്തില്ലെങ്കിൽ, നിന്റെ പെന്തക്കോസ്ത് വിശ്വാസമർത്ഥമായി പോകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവർ, സ്നാനപ്പെടാത്തവർ, സ്നാനപ്പെട്ടിട്ട് നേരെ ജീവിക്കാത്തവർ, ഇന്ന് രാത്രി ഒരു മടങ്ങി വരവ് ദൈവസനിലേക്ക് മടങ്ങി വരാമോ? കർത്താവേ, ഇന്ന് രാത്രിയിൽ യേശു പറഞ്ഞൊരു യഹോവ ദൈവം പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾ ദുർശാഠ്യമുള്ള ജനം, ഞാനൊരു നിമിഷം നിങ്ങളുടെ മുൻപിൽ നടന്നാൽ നിങ്ങൾ ഭസ്മമായി പോകും. ഹല്ലേലൂയ. അവർ ഹോരോബിൽ വെച്ച് അവരുടെ അശുദ്ധി നീക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, സ്നാനപ്പെട്ട ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കർത്താവിൻ്റെ കരുൾ നമ്മെ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. രോഗം മാറുന്നത് ഇവിടെ, ഭൂതം മാറുന്നത് ഇവിടെ. നിന്റെ ആത്മാവൂടെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നിന്റെ ആത്മാവ് നിത്യതയിലേക്ക് എത്തണം. ഹല്ലേലൂയ. രോഗം ഇവിടെ തീരും, ഭൂതം ഇവിടെ അവസാനിക്കും, നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കും.
നിന്റെ ആത്മാവോട് അവസാനിക്കുന്നതല്ല. ഒരു നിത്യതയുണ്ട്. അത് സ്വർഗത്തിലായിരിക്കണമോ നരകത്തിലായിരിക്കണമോ? ഇന്ന് രാത്രി തന്നെത്താൻ ശോധന ചെയ്യുക. നിങ്ങളുടെ ഹൃദയങ്ങളോട് ചോദിക്കുക, ഞാൻ ഇന്ന് മരിച്ചാൽ കർത്താവേ എൻ്റെ ആത്മാവിടെ പോകും. ഹല്ലേലൂയ. അത്യുച്ചൻ കർത്താവദാസൻ പറഞ്ഞൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. നിന്റെ ആത്മാവിൻ്റെ വില നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ഒരു പവനിപ്പോൾ 70,000 രൂപ വിലയുണ്ട്. നിന്റെ ആത്മാവിനേക്കാൾ വിലയാ. നിന്റെ ഭൂമിക്ക് ചിലപ്പോൾ 1 കോടി രൂപ വിലയിടും. നിന്റെ വീട്ടിന് ചിലപ്പോൾ 30 കോടി രൂപ വിലയിടും. നിന്റെ ആത്മാവ് ഭൂലോകത്തേക്കാൾ വിലയേറിയതാ. അതിനെ നശിപ്പിക്കരുത് നീ. നിന്റെ കോടികൾ, നിന്റെ ഭൂമികൾ, നിന്റെ സ്വത്തുക്കൾ, നിന്റെ സൗന്ദര്യം, അതെല്ലാം പുക പോലെ ദ്രവിച്ചു പോകുമെന്ന് എഴുതിയിരിക്കുന്നത്. നിന്റെ സൗന്ദര്യവൃദ്ധമായി പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ടു പോകാത്ത നിന്റെ ആത്മാവാ, അത് നിത്യതയിലേക്ക് പോകുവാൻ കർത്താവിൻ്റെ കാകളത്തിങ്കൽ ഹല്ലേലൂയ നിനക്കൊരു ഉയർപ്പ് ലഭിപ്പാൻ, നിനക്കൊരു രൂപാന്തരം ഉണ്ടാകുവാൻ, കർത്താവിനോട് സാദൃശ്യരാകുവാൻ ഇന്ന് രാത്രി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒരു നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സമയമായി നാം ഇരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രി വചനം കേട്ട ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ പരിശുദ്ധ കർത്താവേ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടുവാൻ, അവിടത്തെ കാഹളത്തിങ്കൽ രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധനായ ദൈവം